ഹായ് മക്കളെ, ഞാൻ മാഹിർ സാറടാ, മെന്ററിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ മക്കളെ, നമ്മൾ ഇന്നടാ ഇന്നത്തെ ഒരു ചെറിയ ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കെമിക്കൽ ബോണ്ടിങ് സെറ്റ് ആക്കണമെങ്കിൽ മക്കളെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേടാ? 9ാം ക്ലാസ്സിലെ SCRTയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്നുള്ള എല്ലാ ടോപ്പിക്കുകളിലും നമ്മൾ എന്ത് ചെയ്യും, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കെമിക്കൽ ബോണ്ടടാ നമ്മളൊക്കെ ഒരുമിച്ച് നമ്മളോടാ സെറ്റ് ആക്കി തരും. റെഡി ആണോടാ? സോ എല്ലാ മക്കളും എന്ത് ചെയ്യടാ, ചെറിയൊരു ബുക്ക് എടുക്കുക, ചെറിയൊരു നോട്ട് ബുക്ക് എടുക്കുക, അതുപോലെ തന്നെ എന്താ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഒരു പേനയും ഒരു പെൻസിലും കയ്യിൽ. ഓക്കെ അല്ലടാ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ ക്ലാസ്സിലിടാ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ A to Z നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനടാ ഒരു ഗ്യാരണ്ടി തരടാ, വരാൻ പോകുന്ന ക്രിസ്മസിൽ എടാ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങളല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാവില്ലെന്ന് ഞാൻ 100% മക്കളെ ഗ്യാരണ്ടി തരാം മക്കളെ. സോ കെമിക്കൽ ബോണ്ടടാ സെറ്റ് ആക്കണമെങ്കിൽ മക്കളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെടാ ഈ ക്ലാസ് എടാ തുടക്കം മുതൽ അവസാനം വരെടാ കംപ്ലീറ്റ് ആയിട്ട് കിഡിലെന്നാക്കിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ തുടങ്ങല്ല മക്കളെ, കൂടെ ഉണ്ടാവണം കേട്ടോടാ. സോ മക്കളെ ചാപ്റ്ററിന്റെ പേരാ മക്കളെ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന് പറയും. എടാ എല്ലാവരും ചോദിക്കൂടാ സാറേ ബോണ്ടിങ് എടാ വളരെ പ്രശ്നമാണ്. മക്കളെ ഞാൻ റെഡിയാക്കി തരടാ ബോണ്ടിങ്. നോക്കിക്കോ മക്കളെ, കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന് പറയും. ആക്ച്വലി മക്കളെ എന്താ കുഞ്ഞോ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോണ്ടിങ് ആക്ച്വലി എന്താടാ? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെടാ. ഇപ്പം ഞാന് വേറൊരാളുമായിട്ട് ഡിങ്കോൾഫി നടക്കാണ് അല്ലേ, ഡിങ്കോൾഫി അല്ലേ ബോണ്ട് ഉണ്ടാക്കി അല്ലേ. എടാ അപ്പൊ മിനിമം ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ വേണടാ? മിനിമം 2 ആൾക്കാർ വേണ്ടേടാ. എല്ലടാ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താ ഈ സാറ് പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലടാ. എടാ ബോണ്ടിങ് എടാ മിനിമം എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം. കുറെ ചിലപ്പോൾ നല്ല ബോണ്ടിങ് ഉണ്ടാവും കേട്ടോ അതൊക്കെ. സോ ആറ്റങ്ങളെ കേസിൽ മക്കളെ മിനിമം എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം മക്കളെ. എന്തിടാ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ആൾക്കാർ വേണടാ? 2 ആൾക്കാർ. ചില ആൾക്കാർ കൈവോടെ എന്ത് ചെയ്യും, കുറേ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പുറത്തെ സ്കൂളിൽ നിന്ന്, അതിൻ്റെ അപ്പുറത്തെ സ്കൂളിൽ നിന്ന്, വേറെ സ്കൂളിൽ നിന്ന് അല്ലേ, ഒരുപാട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മിനിമം നമുക്ക് എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം. സോ മക്കളെ ഈ 2 ആളുകൾ മക്കളെ ഇവിടെ ആരടാ? ആറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു എലമെന്റ്സുകളായിരിക്കും. സോ മിനിമം മക്കളെ ഒരു കെമിക്കൽ ബോണ്ട് അഥവാ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളെ മിനിമം എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം. സോ 2 ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടാവുള്ളൂ അവിടെ. അല്ലെങ്കിൽ മറ്റേ സിംഗിൾസ് ആയി മാറും അല്ലേ. സിംഗിൾസിന് പിന്നെ ബോണ്ടൊന്നും ഉണ്ടാക്കൂല അല്ലേ. പക്ഷെ കപ്പിൾസ് ആയിരിക്കും ബോണ്ടൊക്കെ ഉണ്ടാക്കുക അല്ലേ. അപ്പൊ മിനിമം എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം മക്കളെ. ഞാൻ പറയടാ എൻ്റെ ഫാമിലികളിൽ ഞങ്ങളൊക്കെ ബോണ്ടുകളാ അല്ലേ. ഫാദറും ഞാനൊരു ബോണ്ട് ഉണ്ടാവും, മദറും ഞാനൊരു ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും ബോണ്ട് ഉണ്ടാവും അല്ലേ. ഓരോരുത്തരും ഓരോരോ ബോണ്ടുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും നമ്മൾ ബ്രദേഴ്സ് ഒക്കെ അല്ലെ. ബ്രദറും നമ്മളൊക്കെ നല്ല നല്ല സ്ട്രോങ് ബോണ്ടുകളായിരിക്കും അല്ലേ. അപ്പൊ മക്കളെ മിനിമം എടാ ഒരു ബോണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ആളുകൾ വേണടാ? മിനിമം മക്കളെ എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം. ഓക്കെ അല്ലേ? സോ മക്കളെ എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബൈ ആൻ ആറ്റം ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. അതായത് രാസപ്രവർത്തനത്തിലൂടെ 2 ആറ്റങ്ങൾ തമ്മിൽ മക്കളെ ബോണ്ട് ഉണ്ടാക്കി. സോ രാസപ്രവർത്തനത്തിലൂടെ 2 ആറ്റങ്ങൾ മക്കളെ എന്ത് സ്വീകരിച്ചോടാ? ഒരു ബോണ്ട് ഉണ്ടാക്കി. സോ അത്തരത്തിലുള്ള ബോണ്ടുകളെ പറയുന്ന പേരാണ് കുഞ്ഞോ കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം എന്ന് പറയും. എന്റെ കൂടെ തന്നെ പറയും, ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ഡ്യൂ ടു എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ഒരു ബോണ്ട് രൂപീകരിച്ചാൽ അത്തരത്തിലുള്ള ബോണ്ടുകളെ പറയുന്ന പേരാണ് മക്കളെ എന്തടാ? എന്ത് ബോണ്ടടാ? കെമിക്കൽ ബോണ്ട് എന്ന് പറയും. റെഡി ആണോടാ? ഐഡിയ കിട്ടിയോ? മിനിമം ബോണ്ട് ആകാൻ വേണ്ടി എത്ര ആളുകൾ വേണടാ? 2 ആളുകൾ വേണം, 2 ആറ്റങ്ങൾ വേണം അല്ലേ. അപ്പൊ മക്കളെ കെമിക്കൽ ബോണ്ട് എങ്ങനെ പറയാം നമ്മള്? ഇറ്റ് ഈസ് ദ ബോണ്ട്. ഒരു ബോണ്ട് രൂപീകരിച്ചു. എങ്ങനെയാടാ ബോണ്ട് രൂപീകരിച്ച? ബൈ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ഒരു ബോണ്ട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോണ്ടുകളെ പറയുന്ന പേരാണ് മക്കളെ ഏത് ബോണ്ടടാ? ഏത് ബോണ്ടടാ? ഏത് ബോണ്ട്? കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം എന്ന് പറയും. റെഡിയാണോ? ആ കെമിക്കൽ ബോണ്ട് മക്കളെ 2 ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ബോണ്ട് ഏത് ബോണ്ടാ മക്കളെ? അയോണിക് ബോണ്ട്. ഏത് ബോണ്ടടാ? ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട്. രണ്ടാമത്തെ ബോണ്ട് എന്ത് ബോണ്ടടാ? യെസ് അത് തന്നെടാ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഏത് ബോണ്ടടാ? കോവാലന്റ് ബോണ്ട്. കെമിക്കൽ ബോണ്ട് 2 ആയി തിരിച്ചു. ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട്. മറ്റേത് ഏത് ബോണ്ടടാ? കോവാലന്റ് ബോണ്ട്. അതായത് അയോണിക ബന്ധനമായിട്ടും സഹസംയോജക ബന്ധനമായിട്ടുമാണ് മക്കളെ ഏത് ക്ലാസിഫിക്കേഷൻ ചെയ്തതാ? കെമിക്കൽ
കെമിക്കൽ ബോണ്ട് രണ്ടായി തിരിച്ചിട്ടുള്ളത്. ഒരുപാട് ബോണ്ടുകളുണ്ട് കേട്ടോ, കോർഡിനേറ്റ് ബോണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് പഠിക്കാനല്ല. നമുക്ക് ആകെപ്പാട് എത്ര ബോണ്ടടാ? 2 ബോണ്ട്. ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട്. മറ്റ് ബോണ്ട് ഏത് ബോണ്ടടാ? കോവാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനം എന്ന് പറയും. റെഡി ആണോടാ? ഐഡിയ കിട്ടിയോ? സോ കെമിക്കൽ ബോണ്ട് നമ്മൾ എന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിലൂടെ രണ്ടാറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോണ്ടുകളെ പറയുന്ന പേര് ഏത് ബോണ്ടടാ? കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം. രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ബോണ്ട് ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട്. രണ്ടാമത്തെ ബോണ്ട് ഏതടാ? സഹസംയോജക ബന്ധനം അഥവാ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. റെഡി ആണോ? സോ ഇനി നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യടാ? അയോണിക് ബന്ധനത്തെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കിക്കോട്ടോ, നോക്കിക്കോ മക്കളെ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ആരെ പറ്റിയിട്ടാ? അയോണിക് ബോണ്ടിനെ പറ്റിയിട്ട്. ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട്. ഓക്കെ അല്ലേ? അയോണിക ബന്ധനം എന്ന് പറയും. മക്കളെ ആദ്യം തന്നെടാ നിങ്ങളോട് പറയാനുള്ളതാ, എന്താടാ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മക്കളെ അയോൺസ് എന്ന് പറഞ്ഞാൽ? എടാ മായാവി ഒരു ആറ്റമാണെങ്കിൽ ആ മായാവിന്റെ കൊമ്പാണ് മക്കളെ. മായാവി അല്ലെ, മായാവികൾ ഒരു ആറ്റാണ് എഴുതിക്കോ. ആ മായാവിന്റെ കൊമ്പാണ് മക്കളെ ചാർജ്. അങ്ങനെയാണ് മക്കളെ പറഞ്ഞ മക്കളെ അയോൺസ് എന്ന് പറഞ്ഞ എന്താ? യെസ്, ചാർജ്ഡ് ആറ്റങ്ങള്. എടാ ചാർജ്ഡ് ആറ്റങ്ങളെ പറയുന്ന പേരാണടാ അയോൺസ് എന്ന് പറയും. ഏതാറ്റങ്ങളെടാ? ചാർജ്ഡ് ആറ്റങ്ങളെ പറയുന്ന പേരാണടാ അയോൺസ്. മായാവി ഒരു അറ്റമാണെങ്കിൽ ആ മായാവിന്റെ കൊമ്പാണ് മക്കളെ ചാർജ്. അല്ലടാ മായാവി നിങ്ങൾ കാണലില്ലേ? ലുട്ടാപ്പിനി മായാവിനിയൊക്കെ അല്ലേ? മായാവിക്ക് കൊമ്പുണ്ട്. അതുപോലെ തന്നെ എന്താ? മായാവി ഒരു ആറ്റമാണെങ്കിൽ ആ മായാവിന്റെ കൊമ്പാണ് മക്കളെ അതിന്റെ ചാർജ് എന്ന് പറയും. അങ്ങനെ മക്കൾ പറയടാ, ആ മായാവിനെ പറയുന്ന പേരാണ് മക്കളെ അയോൺസ്. ഒരാറ്റത്തിന്റെ മേലെ ചാർജുകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കുഞ്ഞോ ഏതടാ? അയോൺസ് എന്ന് പറയും. റെഡിയാണോ മക്കളെ? എത്ര ചാർജ് ഉണ്ടടാ? എന്താ ഈ സാറ് ചെറിയ കുട്ടികൾക്ക് എന്താ എത്ര? ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? മക്കൾ പറയണെന്നാ എത്ര ചാർജ് ഉണ്ടടാ? 2 ചാർജ് അല്ലേ? ഏത് ചാർജ് ഒക്കെയാണടാ? യെസ്, ഒന്നാമത്തെ ചാർജ് എടാ പോസിറ്റീവ് ചാർജ്. അപ്പൊ രണ്ടാമത്തെ ചാർജ് എന്താടാ? യെസ്, വെരി ഗുഡ്, നെഗറ്റീവ് ചാർജ് അല്ലേ? അയോൺസ് എന്ന് പറഞ്ഞ മക്കളെ എന്താ പറഞ്ഞു? ചാർജ്ഡ് ആറ്റങ്ങളാണ് പറഞ്ഞു അല്ലേ? ചാർജ്ഡ് ആറ്റങ്ങളെ പറയുന്ന പേരാടാ അയോൺസ് എന്ന് പറയും. എത്ര അയോൺസ് ഉണ്ടടാ? 2 അയോൺസ്. ഒന്നേതടാ? പോസിറ്റീവ് അയോൺസ്. ഒന്നേതടാ? നെഗറ്റീവ് അയോൺസ്. റെഡിയാണോ മക്കളെ? എപ്പോഴാടാ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവുക? എപ്പോഴാ മക്കളെ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവുക? പറയടാ. യെസ്, ഇലക്ട്രോണ് ലോസ് ചെയ്യുമ്പോഴാണ് മക്കളെ എന്ത് അയോൺസ് ഉണ്ടാവാടാ? പോസിറ്റീവ് അയോൺസ് ഉണ്ടാവുക. എപ്പോഴാണ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാവുക? എടാ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോഴാണ് മക്കളെ എന്ത് അയോൺസ് ഉണ്ടാവാടാ? നെഗറ്റീവ് അല്ലേ? എടാ എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ മക്കളെ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ ഏതാടാ? പോസിറ്റീവ് ചാർജ്. റെഡിയാണോ? ഇത് മക്കളെ ട്രിക്ക് ഉണ്ടടാ, ഞങ്ങൾക്ക് ട്രിക്കിൽ പഠിപ്പിച്ചു തരാം. നോക്കോ റെഡിയാണോ മക്കളെ? ഇതാണ് നമ്മളെ കോഡ് എന്ന് പറയും. ഇതാണ് മക്കളെ നമ്മളെ കോഡ് എന്ന് പറയും. പറഞ്ഞുതരാം. ലതയെ പള്ളിയിൽ ലത എന്ന് പറഞ്ഞ ഒരാളെ പേരട്ടോ. ലതയെ പള്ളിയിൽ ജീപ്പ് ഓടിച്ച് നാട്ടുകാർ കൊണ്ടാക്കി. ലതയെ പള്ളിയിൽ ജീപ്പ് ജീപ്പ് ജയാണ് നമ്മൾ ജി ആക്കി ഇട്ടു. ലതയെ പള്ളിയിൽ ജീപ്പ് ഓടിച്ച് നാട്ടുകാർ കൊണ്ടുവിട്ടു. എടാ ലത എന്ന് പറഞ്ഞ ആളെടാ പള്ളി പോകാനൊക്കെ ഭയങ്കര മടിച്ചിയാ അല്ലേ? നമ്മളെ പോലെ രാവിലെ എന്ത് ചെയ്യും? എണീക്കാൻ നല്ലതുപോലെ മടിയാ. അതുപോലെ ലത എന്ത് ചെയ്യും? പള്ളി പോകാൻ നല്ലതുപോലെ മടിച്ചിയാ. ആ ലതൻ എന്ത് ചെയ്തോടാ? ജീപ്പ് ഓടിച്ച് നാട്ടുകാരെന്ത് ചെയ്തോടാ? കൊണ്ടാക്കാൻ പോയി. സോ L ഫോർ ആരാടാ? ലോസ് അല്ലേ? L ഫോർ ലത ആയിക്കോട്ടെ, പക്ഷെ L ഫോർ ആരാ? ലോസ്. P ഫോർ ആരാടാ? പോസിറ്റീവ്. അപ്പൊ ലോസ് ആണെങ്കിൽ അത് ഏതാടാ? പോസിറ്റീവ് ആണ് അല്ലേ? G ഫോർ എന്താടാ? ഗെയിൻ. സ്വീകരിച്ചു. ഗെയിൻ ചെയ്തിട്ടുള്ള മക്കൾ പറയടാ അതാരായിരിക്കോടാ? നെഗറ്റീവ്. അപ്പൊ ലതയെ പള്ളിയിൽ ജീപ്പ് ഓടിച്ച് നാട്ടുകാർ എന്ത് ചെയ്തോടാ? കൊണ്ടാക്കി. റെഡിയാണോടാ? സോ LPGN മറന്നു പോകരുത് മക്കളെ എക്സാം ആളുകളിൽ. സോ ഒന്നും കൂടി നോക്കിക്കോ മക്കളെ. എന്താണ് അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാർജ്ഡ് ആറ്റങ്ങളെ പറയുന്ന പേരാണ് മക്കളെ അയോൺസ് എന്ന് പറഞ്ഞാൽ. എത്ര അയോൺസ് ഉണ്ടടാ? 2 അയോൺസ് ഉണ്ടടാ. ഒന്ന് പോസിറ്റീവ് അയോണ്, ഒന്ന് ഏതാടാ? നെഗറ്റീവ് അയോണ്. പോസിറ്റീവ് അയോണ് മക്കൾ എന്താണ്? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴാണ് മക്കളെ പോസിറ്റീവ് അയോണ് കിട്ടുക. എപ്പോഴാണ് നെഗറ്റീവ് അയോണ് കിട്ടുക? ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോഴാണ് മക്കളെ എന്തായാലും കിട്ടടാ? നെഗറ്റീവ് കിട്ടുക. അല്ല മക്കളെ ഇതല്ലാത്ത കോഡ് വേറെ കോഡിൻ്റെ കയ്യിലുണ്ട്. നോക്കിക്കോ മക്കളെ. ഞാൻ എന്ത് ചെയ്തോടാ? ക്ലാസ് റൂമിൽ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ഇരിക്കുക. അതിൽ ഒരുത്തന്നോട് പറഞ്ഞു, എടാ ഫ്രണ്ട്സിൻ്റെ അടിയിലായിരിക്കട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ നിന്നൊരു 1 lakh rupees ഉണ്ടോ ചോദിച്ചു അല്ലേ? ഓനോട് ചോദിച്ചോടാ എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടിയിൽ ഇരിക്കട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ കയ്യിൽ 1 lakh rupees ഉണ്ടോ ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഓക്കെ എൻ്റെ കയ്യിൽ 1 lakh rupees ഒക്കെ ഉണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു അല്ലേ. ഫ്രണ്ട്സിൻ്റെ അടിയിൽ നമ്മൾ മെയിൻ അല്ലേ അല്ലേ. അപ്പോൾ മക്കളെ ഞാൻ എന്ത് ചെയ്തു, ഒരു 1 lakh rupees കൊടുത്തു. മക്കളെ എൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി 1 ലക്ഷം പോയില്ലേ, യെസ് എൻ്റെ കയ്യിൽ നിന്ന് ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന എന്ത് എനർജിയാടാ, യെസ് പോസിറ്റീവ് എനർജി. ഓന് പൈസക്കാരനുണ്ടല്ലേ, ആ MR പൈസക്കാരനായതുകൊണ്ടാണ് അത്രയും പൈസ കൊടുക്കുന്നത്. അപ്പോൾ MRൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, പൈസ നഷ്ടപ്പെട്ടു. പക്ഷേ MRന് എന്ത് ചെയ്തോടാ, ആ ക്ലാസ് റൂമിൽ എന്ത് ചെയ്തോടാ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടി. പക്ഷെ എന്ത് ചെയ്തോടാ, ആ വാങ്ങുന്നവൻ ഈ ക്ലാസ് റൂമിൻ്റെ അടിയിൽ നിന്നൊക്കെ ഞാൻ പക്ഷെ ഓനക്ക് എന്താണോടാ വാങ്ങാണ്ട്, പക്ഷെ ഓൻ എന്ത് ചെയ്തോടാ, ആ പൈസ വാങ്ങി ചെയ്തു. പക്ഷെ ഓനക്ക് എന്ത് ചെയ്തോടാ, ഒരു പോസിറ്റീവായിട്ടുള്ള ചമ്മലായിരിക്കും കിട്ടുക അല്ലേ. ഓൻ സ്വീകരിച്ചിട്ട് പോലും എനിക്ക് എന്താടാ ഒരു അതേപോലെ മക്കളെ നോക്കിക്കോടാ, ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താടാ നെഗറ്റീവാണ്, ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താടാ പോസിറ്റീവാണ്. ഓക്കെ അല്ലടാ, മറന്നു പോരുത്. അങ്ങനെ മക്കളെ എത്ര അയോൺസ് ഉണ്ടടാ, 2 അയോൺസുകൾ ഉണ്ട്. ഒന്ന് ഏത് അയോൺസ് അടാ, പോസിറ്റീവ് അയോൺസ് ആണ്. രണ്ടാമത്തെ അയോൺസ് ഏതാടാ, നെഗറ്റീവ് അയോൺസ് ആണ്. മക്കളെ ഈ പോസിറ്റീവ് അയോൺസും ഈ നെഗറ്റീവ് അയോൺസും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടാണ് മക്കളെ ഏത് ബോണ്ടടാ, ഏത് ബോണ്ടടാ, അയോണിക് ബോണ്ട് എന്ന് പറയും. സോ എങ്ങനെ മക്കളെ കുഞ്ഞു പറടാ, ഇതിന്റെ കൂടെ തന്നെ പറയും. ഞാനിപ്പോ എന്താ പറഞ്ഞത്, അയോൺസിനെ പറ്റി പറഞ്ഞു, പോസിറ്റീവ് അയോൺസിനെ പറ്റി പറഞ്ഞു, നെഗറ്റീവ് അയോൺസിനെ പറ്റി പറഞ്ഞു. പോസിറ്റീവ് അയോൺസ് എന്ന് പറയാൻ എന്താ, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന അയോൺസ്. നെഗറ്റീവ് അയോൺസ് എന്താ, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന അയോൺസ്. അങ്ങനെയാടാ കുഞ്ഞോ, ഈ പോസിറ്റീവും നെഗറ്റീവ് അയോൺസും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോണ്ടിനെ പറയുന്ന പേരെന്താടാ, യെസ് ഏത് ബോണ്ടടാ, കെമിക്കൽ ബോണ്ട്. സോറി കെമിക്കൽ ബോണ്ടിൽ അയോണിക് ബോണ്ട് എന്ന് പറയും. നമ്മൾ ഡെഫിനിഷൻ എങ്ങനെ പറയാ, ഇറ്റ് ഈസ് ദ ബോണ്ട് formed due to ions അല്ലേ. അയോൺസുകൾ തമ്മിലുണ്ടാക്കുന്ന ബോണ്ടുകളെ പറയുന്ന പേരെന്താടാ, അയോണിക് ബോണ്ട്. റെഡിയാണോ, പഠിച്ചോ മക്കളെ. അപ്പൊ എന്താ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത് പോസിറ്റീവ് അയോണ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസ്. മക്കളെ ഇവർ തമ്മിൽ എന്താ കൂടിച്ചേർന്നു, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും കൂടിച്ചേർന്നു. അങ്ങനെ അയോൺസുകളെ ഉണ്ടാക്കുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് കുഞ്ഞോ ഏത് ബോണ്ടടാ, അയോണിക് ബോണ്ട്. ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ഡ്യൂ ടു അയോൺസ്. അയോൺസുകൾ വഴി ഉണ്ടാക്കുന്ന ബന്ധനത്തെ പറയുന്ന പേരാണ് മക്കളെ ഏത് ബോണ്ടടാ, അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട് എന്ന് പറയും. റെഡി ആണോടാ, സെറ്റാണോ നെക്സ്റ്റിലേക്ക് പോയാലോടാ. ബാ മക്കളെ, നെക്സ്റ്റ് കോൺഫിഗറേഷൻ മക്കളെ നമുക്ക് നോക്കാനുള്ളത് നോക്കിക്കോ. നോബിൾ ഗ്യാസ് എന്ന് പറയും. ആരാടാ, നോബിൾ ഗ്യാസ്. അല്ലെങ്കിൽ വേറെ പേരെന്താടാ, ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. മലയാളം മീഡിയത്തിൽ എന്ത് പറയടാ, അലസവാതകങ്ങൾ എന്ന് പറയും. എന്ത് വാതകമാടാ, അലസവാതകങ്ങള്. റെഡിയാണോ മക്കളെ, അലസവാതകങ്ങൾ നമുക്ക് നോക്കിയാലോ. ആരൊക്കെ മക്കളെ അലസവാതകങ്ങള്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോടാ, പീരിയോഡിക് ടേബിളിലടാ 18 ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടടാ, 18 ഗ്രൂപ്പ് ഉണ്ട്. എടാ പീരിയോഡിക് ടേബിളിലടാ 18 ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെടാ 118 എലമെന്റ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലേ, 2ാം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എടാ പീരിയോഡിക് ടേബിൾ എത്ര എലമെന്റ്സ് ഉണ്ടടാ, 118 മൂലകങ്ങളുണ്ട്. അതുപോലെ എത്ര ഗ്രൂപ്പ് ഉണ്ടടാ, 18 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. 18 ഗ്രൂപ്പൊക്കെ ഉണ്ട്. ചില ആൾക്കാർ ഇപ്പൊ തന്നെ എപ്പോഴാണ് കരുതുക അല്ലേ, MR പറഞ്ഞപ്പോഴാണ് 18 ഗ്രൂപ്പ് ഞാൻ അറിഞ്ഞതെന്ന് പറയും അല്ലേ. പക്ഷെ മക്കളെ പൊതുവെ എന്താടാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു പോയതായിരിക്കുണ്ടോ മക്കളെ. അവിടെ 18 ഗ്രൂപ്പുകളും 118 എലമെന്റ്സ് ഉണ്ടായിരുന്നു കുഞ്ഞോ നമ്മളെ പീരിയോഡിക് ടേബിളില്. അതിന് മക്കളെ 18ാമത്തെ ഗ്രൂപ്പിനൊരു പേര് പറയും. യെസ് അതേനെ, ആ 18ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണടാ നോബിൾ ഗ്യാസ് അഥവാ ഇനേർട്ട് ഗ്യാസ് അഥവാ അലസവാതകങ്ങൾ എന്ന് പറയും. റെഡിയാണോ മക്കളെ. ഈ 18ാം ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ. ഒന്നാമത്തെ പ്രത്യേകത എന്താ അറിയോ, ഓലെന്താടാ ഹൈലി സ്റ്റേബിൾ ആണ്. ഓലെന്താടാ ഹൈലി സ്റ്റേബിളാ. അവരൊക്കെ മക്കളെ ആ 18ാമത്തെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരൊക്കെ എന്താടാ സ്റ്റേബിളാ. ഓലെന്തിൽ പങ്കെടുക്കൂലടാ, കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൽ ഓലെന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല. അവരെന്തിൽ പങ്കെടുക്കൂലടാ, കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കൂല. എന്തിനാ പങ്കെടുക്കാത്തത് നിങ്ങൾക്ക് അറിയോ മക്കളെ. ഓലെന്താടാ ഓൾറെഡി സ്റ്റേബിൾ അല്ലടാ. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഞാൻ നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു വെൽസ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് എഴുതിക്കോ മക്കളെ. ഞാൻ എന്ത് ചെയ്തോടാ, ഈ തരം താന്ന കമ്പനികളിലൊക്കെ പോയിട്ട് ഞാൻ ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ, ഇല്ലല്ലോ. അപ്പോൾ മക്കളെന്താ, ഞാൻ ഓൾറെഡി സ്റ്റേബിൾ ആണ്. എടാ സ്റ്റേബിൾ ആയവൻ എന്തിലും പങ്കെടുക്കൂല. ഒരു കൈയും കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കും അല്ലേ, ആ AC-കളിൽ എങ്ങനെ ഇരിക്കും അല്ലേ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു അല്ലേ, പഠിച്ചൊരു നല്ല നിലയിലൊക്കെ നല്ലൊരു ജോലിയൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ AC റൂമുകളിലും ആ കറങ്ങുന്ന കസാലകളിലൊക്കെ
മരിക്കാൻ ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണാവും മക്കളെ. ആ സ്വപ്നം കാണണടാ. ആ സ്വപ്നം കണ്ടാൽ മാത്രമേ ഒന്നുള്ളൂ നമ്മൾ അതിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. സോ നോക്കിക്കോ മക്കളെ, ഇതിലേക്ക് വാടാ. സോ നോബിൾ ഗ്യാസ് അഥവാ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഓലെന്താടാ, ഹൈലി സ്റ്റേബിളാ. ഓലെന്തിൽ പങ്കെടുക്കൂലടാ, കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൽ ഓലെന്തെയിലടാ പങ്കെടുക്കൂല. കാരണം ഓൾറെഡി എന്താണ്, ഹൈലി സ്റ്റേബിളാ. മറ്റൊന്ന് മക്കളെ, എന്തുകൊണ്ടാടാ എപ്പോഴാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയാനടാ, സാറേ ബാഹ്യ ഷെൽ അഥവാ അവസാന ഷെൽ അഥവാ വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടാവണടാ? എത്ര ഇലക്ട്രോൺ ഉണ്ടാവണടാ? 8 ഇലക്ട്രോൺ ഉണ്ടാവണം. അങ്ങനെ 8 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു എന്തെയ്യൂടാ സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ അല്ലേ? എത്രടാ? വാലൻസ് ഷെല്ല് ബാഹ്യ ഷെല്ലില് 8 ഇലക്ട്രോൺ കിട്ടണം. 8 കിട്ടിക്കഴിഞ്ഞാൽ ഓൻ എന്താടാ, ഹൈലി സ്റ്റേബിളാ. ഓൻ നന്നായിട്ട് എന്താണ്, ഹൈലി സ്ഥിരത കൈവരിച്ചവനാണ്. സോ അങ്ങനെ ഓൻ എന്തിൽ പങ്കെടുക്കൂലടാ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. അവ മക്കൾ മനസ്സിലാക്കണടാ. നോബിൾ ഗ്യാസ് അഥവാ ഇനേർട്ട് ഗ്യാസുകളൊക്കെ മക്കളെ ഗ്രൂപ്പ് 18 എലമെന്റ്സുകളൊക്കെ മൂലകങ്ങളൊക്കെ മക്കളെ 8 കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. വാലൻസ് ഷെല്ലിൽ 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മക്കളെ ഓൻ എന്തിൽ പങ്കെടുക്കൂലടാ കുഞ്ഞോ, കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൽ അവരെന്തെയില്ലടാ പങ്കെടുക്കാറില്ല. ഐഡിയ കിട്ടിയോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ ഫസ്റ്റ് പോയിന്റ് എന്താ, ഹൈലി സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഓൾ എന്തിൽ പങ്കെടുക്കൂല, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്താ മക്കളെ, എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ? ഒരു ഹൈലി സ്റ്റേബിളാ. എന്തുകൊണ്ട് സ്റ്റേബിൾ കിട്ടാൻ കാരണം, ഒരു വാലൻസ് ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് എത്ര ഇലക്ട്രോണാ? 8 ഇലക്ട്രോണാ. സോ അത് നമ്മൾ പറയടാ, അത് നമ്മളൊരു പേര് പറയടാ. എന്ത് പറയടാ? ഒക്ടറ്റ്. വരട്ടെ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. റെഡിയാണോ? ആ 8നെ പറയുന്ന പേരെന്താണ്? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ മക്കളെ ചില ആളുകൾ എന്തെടാ, അവസാന ഷെല്ല് 8 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോൺഫിഗറേഷനെ പറയുന്ന പേരാണ് മക്കളെ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അല്ലേ? റെഡിയാണോ? സോ ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസിനെ പറ്റി പറഞ്ഞു. ഹൈലി സ്റ്റേബിൾ ആണ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓലെ വാലൻസ് ഷെല്ല് മക്കൾ 8 കംപ്ലീറ്റ് ആണ്. സോ അതിന് നമ്മൾ എന്ത് പറയടാ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഒക്ട എന്ന് പറഞ്ഞ 8. സോ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മക്കളെ നോബിൾ ഗ്യാസ് അഥവാ ഗ്രൂപ്പ് 18 എലമെന്റ്സുകൾ മൂലകങ്ങൾ മക്കളെ എന്ത് അറ്റൈൻ ചെയ്തടാ? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. റെഡിയാണോടാ? റെഡിയാണോ മക്കളെ? ആരൊക്കെ മക്കളെ നോബിൾ ഗ്യാസ് ഉള്ളത് നോക്കിയാലോ? ആരൊക്കെ നോബിൾ ഗ്യാസ് ഉള്ളത് നോക്കിയല്ലേ? സോ ഗ്രൂപ്പ് 18 മെമ്പേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഹീലിയം, നിയോൺ അല്ലേ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ. എന്തൊക്കെയാണെടാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ. റെഡിയാണോ? എടാ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രടാ? 2 ആണ്. എടാ നിയോൺ എത്ര കുഞ്ഞോ? 10 ആണ്. ആർഗൺ എത്രടാ? 18 ആണ്. ക്രിപ്റ്റൺ എത്രടാ? 36 ആണ്. റെഡിയാണോ? സിനോൺ എത്രടാ? 54 ആണ്. റാഡോൺ എത്രടാ? 86. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് അറ്റോമിക് നമ്പറൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടോ മക്കളെ. ഇവന്മാരെ കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഓലൊക്കെ എന്താടാ അല്ലേ, നോബിൾ ഗ്യാസ് ആണ്. ഓൽ ഓൾറെഡി ഒക്ടറ്റ് ഇലക്ട്രോണിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ മക്കളെ ഹീലിയം മാത്രമാണ് ശ്രദ്ധിക്കുക. ഹീലിയത്തിനാകപ്പാട് അറ്റോമിക് നമ്പർ 2. സോ അവൻ്റെ ഫസ്റ്റ് ഷെല്ലടാ കംപ്ലീറ്റ്ലി ഫില്ലഡ് ആണ്. അതുകൊണ്ടാണ് മക്കളെ ഹീലിയത്തിനും ഏത് ഗ്രൂപ്പിൽ അറിയപ്പെട്ടതടാ? ഗ്രൂപ്പ് 18 അറിയപ്പെട്ടത്. ബാക്കി എല്ലാ ആൾക്കാരും നോക്കിക്കഴിഞ്ഞാലോ ഓക്കെ മക്കളെപ്പോൾ നോക്കിക്കോ. എടാ നിയോണിൻ്റെ കോൺഫിഗറേഷൻ എന്താടാ? 2, 8 കിട്ടി അല്ലേ? അവസാനത്തിലടാ 8 ആണ്. സ്റ്റേബിളാ. ആർഗൺ നോക്കും മക്കളെ 2, 8, 8 അല്ലേ? അവസാനം 8 കിട്ടില്ലേ? ഓൻ സ്റ്റേബിളാ. സോ ഓരോരുത്തരും മക്കൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ? അവസാനം 8 ഉണ്ടെങ്കിൽ അവനൊക്കെ എന്താണ്? സ്റ്റേബിളാ. പക്ഷേ ഹീലിയം മാത്രം മക്കളെ ആകപ്പാട് അറ്റോമിക് നമ്പർ 2 ഉള്ളൂ. സോ അവൻ്റെ ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫില്ലഡ് ആണ്. സോ അതുകൊണ്ടാണ് മക്കളെ ഹീലിയത്തെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ അറിയപ്പെട്ടതാ? നോബിൾ ഗ്യാസ് അഥവാ ഗ്രൂപ്പ് 18 അഥവാ അലസവാതകങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിൽ അറിയപ്പെട്ടത്. മക്കളെ ഇതിന് കോഡ് ഇടാ നോക്കോ. ഹേ നീ അറിഞ്ഞോ? എന്താണ്? ഹേ നീ അറിഞ്ഞോ? കൃഷ്ണനും സീതയും രണ്ടാളും എങ്ങട്ടാ പോയത്? ഒളിച്ചോടി. ഇതാണ് കോഡ്. ഹേ നീ അറിഞ്ഞോ? ഹേ എന്ന് പറഞ്ഞാലാ ഹീലിയം, നീ എന്ന് പറഞ്ഞ നിയോണ്, അറിഞ്ഞോ ആർഗൺ അല്ലേ? കൃഷ്ണൻ അല്ലേ? KR എന്ന് പറഞ്ഞാ കൃഷ്ണൻ അഥവാ ക്രിപ്റ്റൺ എന്ന് പറയും. റെഡിയാണോ? പിന്നെ എക്സി എന്ന് പറഞ്ഞ സീത അതായത് സിനോൺ എന്ന് പറയും. രണ്ടാളും അല്ലേ? റാഡോൺ എങ്ങനെ പോയടാ? ഒളിച്ചോടി.
ബോഡി. റെഡി ആണോടാ? സോ ഇതാണ് മക്കളെ ഗ്രൂപ്പ് 18 പറ്റിയിട്ടുള്ള വിശേഷങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും. ഒന്നുകൂടി നോക്കിക്കോ. ഗ്രൂപ്പ് 18 മക്കൾ എന്താടാ? ഒരു ഹൈലി സ്റ്റേബിൾ ആണ്. ഓല എന്തിൽ പങ്കെടുക്കലടാ? കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. കാരണം ഹൈലി സ്റ്റേബിൾ അഥവാ സ്ഥിരത കൈവരിച്ചവരാണ്. എന്തുകൊണ്ട് അവർ സ്ഥിരത കൈവരിച്ചെന്ന് ചോദിച്ചാൽ അവരുടെ ബാഹ്യശെല്ല് അഥവാ ബാലൻസ് സെല്ല് മക്കളെ എത്ര ഇലക്ട്രോൺ ഇടാ? 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആണ്. സോ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്തു. സോ അതുകൊണ്ടാണ് മക്കളെ അവരെന്തിലടാ? ഹൈലി സ്റ്റേബിൾ. അവരെന്തിൽ പങ്കെടുക്കലടാ? കെമിക്കൽ റിയാക്ഷനിൽ. നോബൽ ഗ്യാസ് അഥവാ ഗ്രൂപ്പ് 18 ഒരു എലമെന്റ്സും എന്തിൽ പങ്കെടുക്കലടാ? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ കാരണം. ഐഡിയ കിട്ടിയോ മക്കളെ? റെഡി ആണോടാ? പവർ അല്ലടാ. സോ നെക്സ്റ്റ് നോക്കിക്കോ. അയോണിക് ബോണ്ട് പറഞ്ഞു കഴിഞ്ഞു. സോ അയോണിക് ബോണ്ട് ഞാൻ പറഞ്ഞു തന്നിടാ. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അയോൺസുകൾ ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഇത് ബോണ്ടിടാ. അയോണിക് ബോണ്ട് എന്ന് പറയും. റെഡി ആണോ? സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കലടാ. നോക്കിക്കോ. ശ്രദ്ധിക്കട്ടോടാ. ശ്രദ്ധിക്ക് മക്കളെ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 അല്ലേ? നോക്കിക്കോ മക്കളെ. സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ എത്രടാ? 2,8,1. ക്ലോറിന്റെ എത്ര? 2, 8, 7. മക്കളെ സോഡിയം ഇപ്പം സ്റ്റേബിൾ ആണോ കുഞ്ഞോ? സോഡിയം ഇപ്പം സ്റ്റേബിൾ ആണോ? അല്ല. ക്ലോറിൻ സ്റ്റേബിൾ ആണോ? അല്ല. അല്ലേ? സോഡിയത്തിന് മക്കളെ 8 കിട്ടണം അല്ലേ? അപ്പൊ സോഡിയം എന്ത് ചെയ്യും? അന്ന് ഒരു ഇലക്ട്രോൺ പോയിക്കോ വെച്ചെന്നെ വേണ്ട എന്ന് പറയും അല്ലേ? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഈ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കടാ, ക്ലോറിന് കൊടുക്കും. എടാ അപ്പൊ സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടല്ലേ? എടാ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഏത് ചാർജ് ആയിരിക്കും? യെസ്, പോസിറ്റീവ് ചാർജ്. അപ്പം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് സോഡിയത്തിന് എന്ത് ചാർജ് കിട്ടടാ? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടല്ലേ? സോഡിയത്തിന് എത്ര ചാർജ് കിട്ടടാ? ഒരു പോസിറ്റീവ് ചാർജ്. മക്കളെ ക്ലോറിൻ എന്ത് ചെയ്തടാ? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചല്ലേ? എടാ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് എത്ര ചാർജ് ആയിരിക്കും കിട്ടുക? ഒരു -1 ആയിരിക്കും കിട്ടുക. കാരണം ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചത് കൊണ്ട് ഒരു -1. റെഡിയാണോ? നോക്കിക്കോ. സോഡിയവും ക്ലോറിൻ തമ്മിൽ എന്ത് ചെയ്താൽ കൂടിച്ചേർന്നിട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവും അല്ലേ? എടാ ഇപ്പൊ മക്കളെ സോഡിയം ഒരു അയോൺ അല്ലേ? ചാർജ് വന്നില്ലേ? ക്ലോറിൻ ഒരു അയോൺ അല്ലേ? ചാർജ് വന്നില്ലേ? സോ അയോണുകൾ തമ്മിൽ കൂടിച്ചേർന്നു. എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? സോഡിയം ക്ലോറൈഡ് കിട്ടി. സോ ഈ ബോണ്ട് ഏത് ബോണ്ട് ആയിക്കോടാ? അയോണിക് ബോണ്ടാണ്. കാരണം അയോൺസുകളായ സമയത്ത് മാത്രമാണ് അവർ കൂടിച്ചേർന്നത്. അപ്പൊ എന്ത് ബോണ്ടടാ? അയോണിക് ബോണ്ട് അഥവാ അയോണിക ബന്ധനം എന്ന് നമ്മൾ പറയുന്നു. റെഡി ആണോ? വേറൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു നോക്കിക്കോ. മക്കളെ വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ മെഗ്നീഷ്യവും അതുപോലെ തന്നെ ഓക്സിജനും. മെഗ്നീഷ്യം ഓക്സൈഡ്. എടാ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രടാ? 8. റെഡി ആണോടാ? സോ മെഗ്നീഷ്യത്തിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2,8,2. ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6. മക്കളെ എന്ത് ചെയ്തോടാ? എന്താ ചെയ്തത്? എടാ ഈ 2 ഇലക്ട്രോണ് മെഗ്നീഷ്യം ആർക്ക് കൊടുത്തോടാ? ഓക്സിജന് കൊടുത്തു. കാരണം മെഗ്നീഷ്യം സ്റ്റേബിൾ ആവണം. 8 കിട്ടണം ബാലൻസ് സെല്ല്. ഭാഗ്യശാലി എത്ര കിട്ടണടാ? 8 കിട്ടണം. അതുകൊണ്ടാണടാ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തതാ? ആർക്ക് കൊടുത്തത്? ഓക്സിജന് കൊടുത്തത്. സോ മെഗ്നീഷ്യം മക്കളെ 2 ഇലക്ട്രോൺ ആണ് ലോസ് ചെയ്തത്. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ്? പോസിറ്റീവ് ചാർജ് +2 ചാർജ് അല്ലേ? അപ്പൊ ഓക്സിജൻ മക്കൾ എന്താടാ? ഓക്സിജൻ എന്താണ്? 2 ഇലക്ട്രോൺ സ്വീകരിച്ചു. അപ്പൊ എത്ര നെഗറ്റീവ് ചാർജ്? നെഗറ്റീവ് ചാർജ് അഥവാ 2 നെഗറ്റീവ് ചാർജ്. റെഡിയാണോ? സോ അങ്ങനെ ഈ മെഗ്നീഷ്യം അയോൺസ് ആയി മാറി. +2 ചാർജ് ഉണ്ട്. ഓക്സിജൻ എന്താടാ? അതും അയോൺസ് ആയി. അപ്പോൾ ഓർക്ക് എന്തുണ്ടാ? നെഗറ്റീവ് ചാർജ്. അങ്ങനെ അയോൺസുകൾ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി അല്ലേ? ഈ മെഗ്നീഷ്യം എന്ന് പറഞ്ഞ ചങ്ങായും ഓക്സിജൻ എന്ന് പറഞ്ഞ ഈ അയോൺ എന്ത് ചെയ്തോടാ? ബോണ്ട് ഉണ്ടാക്കി. 2 അയോൺസുകളാണ് 2+ഉം O2-. സോ ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് ഏത് ബോണ്ടടാ? പറയടാ. ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട് അഥവാ അയോണിക ബന്ധനം. റെഡിയാണോ? വേറൊരു എക്സാമ്പിൾ നോക്കലടാ. കാൽഷ്യം ഓക്സൈഡ്. ആരടാ? കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ നോക്കടാ. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്താടാ? 20. ഓക്സിജന്റെ എത്രടാ? 8. അല്ലേ? മക്കളെ കാൽഷ്യത്തിന്റെ ഇത് പറയടാ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,2.
ആണോ? 2,8,2 ആണോ? മണ്ടന്മാർ അതാണോ? അല്ല അല്ലേ? എന്റെ കൂടെ തന്നെ നോക്കണം കേട്ടോടാ. ഞാൻ ചിലപ്പെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ ഉറങ്ങുണ്ടോ നോക്കുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യും. നോക്കിക്കോ, 2,8,2. ഓക്കെ അല്ലേ? അപ്പൊ ഓക്സിജൻ എത്രടാ? 2,6. മക്കളെ കാൽഷ്യം ഇപ്പൊ സ്റ്റേബിൾ ആണോ കുഞ്ഞോ? അല്ലല്ലോ അല്ലേ? ഓന്റെ ബാലൻസ് ഇപ്പൊ എത്ര? ബാഹ്യശല്യം എത്ര? 2 അല്ലേ? ഓക്സിജൻ എത്ര? 6. സ്റ്റേബിൾ ആണോ? അല്ലല്ലോ. സോ എന്ത് ചെയ്യൂടാ? ഈ കാൽഷ്യം എന്ത് ചെയ്യൂടാ? യെസ് അവിടെ പറഞ്ഞു. യെസ്, 2 ഇലക്ട്രോണ് എങ്ങോട്ട് കൊടുക്കടാ? ഓക്സിജന് കൊടുക്കും അല്ലേ? എന്തിനുമായിട്ടാടാ? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. സോ കാൽഷ്യത്തിന്റെ മേലെ എത്ര ചാർജ് ഇടടാ? +2 ചാർജ് കിട്ടും അല്ലേ? 2 ഇലക്ട്രോൺ കൊടുത്തു. അപ്പൊ എത്ര ചാർജ് പറയും മക്കളെ? എത്ര? +2. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യൂടാ? 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? സ്വീകരിക്കും. അപ്പൊ ഓക്സിജന്റെ മേലത്തെ ചാർജ് എന്താടാ? -2. അങ്ങനെടാ ഇപ്പൊ അയോൺസ് ആയില്ലേ അല്ലേ? Ca2+O -2 അല്ലേ? ചാർജ് ഒന്നില്ല, അയോൺസ് ആയില്ലേ? സോ ഈ അയോൺസ് മക്കളെ കൂടി ചേർന്നിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കി മക്കളെ. അതാണ് മക്കളെ ഏത് ബോണ്ടടാ? ഏത് ബോണ്ടടാ? പറയടാ, ഏത് ബോണ്ടടാ? അയോണിക് ബോണ്ട് അഥവാ അയോണിക ബന്ധനം എന്ന് പറയും. റെഡിയാണോ മക്കളെ? ഞാൻ ചോദിക്കട്ടെ മക്കളെ ഇത് 2024 നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മതി മക്കളെ. ഇത് 2022 ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇത് 2023 ചോദിച്ചിട്ടുണ്ട്. സോ 2022, 2023, 2024 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരൊറ്റ സെക്ഷനിൽ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. നെക്സ്റ്റിലേക്ക് പോയാലോ? സോ നോക്കിക്കോ. അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ മക്കളെ. ഇത് കപ്പിൾസ് അല്ല കേട്ടോ, ഇത് എഴുതിയപ്പം മാറിപ്പോയതാ. സിംഗിൾസ് കേട്ടോ. ആരടാ? സിംഗിൾസ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ മക്കളെ. അയോണിക് ബോണ്ട് എന്താടാ? ഒരു സിംഗിൾസിന്റെ ബോണ്ടാണ് അയോണിക് ബോണ്ട്, സിംഗിൾ ബോണ്ട് അല്ലേ? എപ്പോഴാണ് മക്കളൊരു ബോണ്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ആളുകളും പരസ്പരം എന്ത് ചെയ്യണം? കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ബോണ്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണടാ, ഇവിടെ ഇലക്ട്രോൺ ആര് മാത്രം കൊടുക്കുന്നത്? സോഡിയം മാത്രം കൊടുക്കുന്നുണ്ട് അല്ലേ? ക്ലോറിൻ തിരിച്ച് ഇലക്ട്രോൺ തരുന്നുണ്ടോ? ഇല്ല. ഇവിടെ നോക്കടാ, മെഗ്നീഷ്യം മാത്രം ഇലക്ട്രോൺ കൊടുക്കുന്നത് അല്ലേ? ഇവിടെ നോക്കടാ, കാൽഷ്യം മാത്രമാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത്. തിരിച്ച് ഓക്സിജനോ ഇതിത്തെ ഓക്സിജനോ ഒക്കെ തരുന്നുണ്ടോ? ഇല്ല. വെറും മെഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം ഒരൊറ്റ ആൾ മാത്രമാണ് മക്കളവിടെ ഇലക്ട്രോൺ കൊടുത്തിട്ടുള്ളത് അല്ലേ? എപ്പോഴും മക്കളെ ഇതാണ് അവസ്ഥ വരിക അല്ലേ? ഇതാണ് അവസ്ഥ. അങ്ങോട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ഒരൊറ്റ ആറ്റം അല്ലെ ഒരൊറ്റ എലമെന്റ് മാത്രമാണ് മക്കളെ എന്ത് ചെയ്യുന്നതാ? ഇലക്ട്രോൺ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ പറഞ്ഞതടാ അയോണിക് ബോണ്ട്. ഒരു സിംഗിൾസ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. സിംഗിൾസിലെ കണക്ഷൻ അല്ലെങ്കിൽ ഓല് മാത്രം അവസാനിച്ച് ഇങ്ങനെ കൊടുക്കും അല്ലേ? ഓരോ മറ്റേ കിക്കറ്റ് ആയിട്ടും ചോക്ലേറ്റ് ആയിട്ടും ഒക്കെ അങ്ങനെ കൊടുക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ശരി എന്നാ പോയി എന്ന് പറയും. സോ അതേ മരിക്കാണ് മക്കളെ അയോണിക് ബോണ്ട്. സോഡിയം അങ്ങനെ ഇലക്ട്രോൺ കൊടുക്കും അല്ലെ? മെഗ്നീഷ്യം എങ്ങനെ ഇലക്ട്രോൺ കൊടുക്കും. കാൽഷ്യം എന്ത് ചെയ്യൂടാ? ഇലക്ട്രോൺ കൊടുക്കും. തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല, തിരിച്ച് കിട്ടുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുമെന്ന് കരുതിയിട്ട് അവസാനം ഒന്നുണ്ടാക്കിയടാ, ഒരു ബോണ്ട് ഉണ്ടാക്കി. റെഡിയാണോടാ? അതാണ് മക്കളെ എന്തടാ അയോണിക് ബോണ്ടിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയാണോടാ? നെക്സ്റ്റിലേക്ക് നോക്കല്ലേ? ബാ. നെക്സ്റ്റ് ഇത് ബോണ്ടടാ കോവാലന്റ് ബോണ്ട്. സോ ഇതാണ് മക്കളെ കപ്പിൾസിന്റെ ബോണ്ട്, കോവാലന്റ് ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്. റെഡിയാണോ? സോ എന്താടാ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. 2 ആറ്റങ്ങൾ മറ്റൊരുത്ത് മക്കളെ അയോണിക് ബോണ്ടിലൊക്കെ എന്താണ്? ഒരൊറ്റ ആറ്റം മാത്രം ഇലക്ട്രോൺ ഷെയർ ചെയ്ത്, അതുകൊണ്ട് സിംഗിൾസ് ബോണ്ട് എന്ന് പറഞ്ഞത് അല്ലേ മക്കളെ? ഈ ഒരു കോവാലന്റ് ബോണ്ട് കേസിൽ 2 ആറ്റങ്ങൾ ബോണ്ടിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആറ്റം ഈ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യും, മറ്റൊരു ആറ്റം അവിടുത്തെ ഇലക്ട്രോൺ ഷെയർ ചെയ്യും അല്ലേ? 2 ആളുകൾ പരസ്പരം എന്ത് ചെയ്തോടാ? ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്ന ബോണ്ടാണ് മക്കളെ എന്ത് ബോണ്ടടാ? കോവാലന്റ് ബോണ്ട്, സഹസംയോജക ബന്ധനം എന്ന് പറയും. സോ ഇതിന് ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ between atom. എന്താടാ? between atom. റെഡിയാണോ? അപ്പൊ എന്താടാ? ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുക അല്ലേ? എയും ബിയും ആണ് മക്കളെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കരുതിക്കോളി. എ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ കൊടുക്കും. ബി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ കൊടുക്കും. ഇവർ തമ്മിൽ ടിഷ് എന്ന് പറഞ്ഞിട്ട് ബോണ്ട് ഉണ്ടാക്കും അല്ലേ? അതാണ് മക്കളെ ഏത് ബോണ്ടടാ? സഹസംയോജക ബന്ധനം അഥവാ കപ്പിൾസ് ബോണ്ട് അല്ലേ? സോറി, കോവാലന്റ് ബോണ്ട് എന്ന് പറയും അല്ലേ? അതുകൊണ്ട് മക്കളെ ഞാൻ പറയാൻ കാരണം അയോണിക് ബോണ്ട് ഒരൊറ്റ ആറ്റമാണ് എന്ത് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ബോണ്ട് ഉണ്ടാക്കിയത്.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ടാളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലേ, ഇലക്ട്രോൺ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ആക്കുന്നത് അല്ലേ. അതായിരിക്കും മക്കളെ ഏറ്റവും നല്ല ബോണ്ട് എന്ന് ഞാൻ പറയാം അല്ലേ. രണ്ടാറ്റിലെ ഒരു ഇലക്ട്രോണിലെ ഈ ഒരു ആറ്റം ഇലക്ട്രോൺ കൊടുക്കും അല്ലേ, മറ്റാറ്റം 2 ഇലക്ട്രോൺ കൊടുക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അവര് തമ്മിൽ പങ്കെടുക്കും അല്ലേ, സ്ട്രോങ് ബോണ്ടായി മാറി. സോ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞ മക്കൾ എന്താണ്, ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റം. രണ്ടാറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ ടിഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ബോണ്ട് ആക്കി അല്ലേ. അത്തരത്തിലുള്ള ബോണ്ടുകളെ പറയുന്ന പേരാണ് മക്കളെ ഏത് ബോണ്ടടാ കോവാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനം എന്ന് പറയും. റെഡിയാണോ? ആ കോവാലന്റ് ബോണ്ട് മക്കളെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏത് ബോണ്ടടാ, യെസ് പോരുണ്ട് പറട്ടെ, യെസ്, സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം എന്ന് പറയും. എടാ രണ്ടാമത്തെ ബോണ്ട് ഏത് ബോണ്ടടാ കുഞ്ഞോ, ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം എന്ന് പറയും. എടാ മൂന്നാമത്തെ ഏത് ബോണ്ടടാ, ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം എന്ന് പറയും. റെഡിയാണോ? സോ ഇനി നോക്കിക്കോട്ടോ മക്കളെ, സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് നോക്കിക്കോട്ടോ. എടാ രണ്ടാറ്റങ്ങൾ തമ്മിൽ ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോണ്ടാണ് മക്കളെ ഏത് ബോണ്ടടാ, സിംഗിൾ ബോണ്ട് എന്ന് പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മക്കളെ പഠിച്ചോളി, H2, പിന്നെ ആരടാ F2, പിന്നെ അത് ആരടാ HCl. ഓക്കെ അല്ലേ? ആരൊക്കെയാ H2, എന്താണ് F2, പിന്നെ ആരാടാ HCl. മക്കളെ ഡബിൾ ബോണ്ടിന്റെ ഡബിൾ ബോണ്ട് എന്ന് പറയടാ 2 പെയർ ഓഫ് ഇലക്ട്രോൺ. എത്ര പേരാടാ, 2 പെയർ ഓഫ് ഇലക്ട്രോൺ. അതാ 2 പെയർ അതോ 2 ജോഡി എന്ന് പറയുന്നത് അല്ലെ. ഒരു ജോഡി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ 2 ജോഡി അഥവാ 2 പേർ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 4 ഇലക്ട്രോൺ ഉണ്ടാവും. സോ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ മക്കളെ ഏതാടാ, O2. പഠിച്ചോളി O2. മക്കളെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നതാടാ 3 പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. 3 ജോഡി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മക്കളെ അത് ഏത് ബോണ്ട് ആയിരിക്കടാ, ട്രിപ്പിൾ ബോണ്ട്. സോ അതിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ പഠിക്കാനുള്ളത് ആരടാ, N2 എന്ന് പറയും. ആരടാ, N2. റെഡിയാണോ? ഏതാടാ, N2 എന്ന് പറയും. ക്ലിയർ ആണോ? സോ മക്കളെ എക്സാമിനടാ N2ന്റെ സ്ട്രക്ചർ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണലുണ്ട്. മക്കളെ നോക്കിക്കോടാ, ശ്രദ്ധിക്ക്. നമ്മൾ ആരെ വരച്ചുടാ, N2ന്റെ ട്രിപ്പിൾ ബോണ്ട് വരച്ചു. വരക്കാൻ വേണ്ടി പോവാണ് മക്കളെ. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രടാ, 7. ഈ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്ര, 7. പറയടാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയടാ, 2,5. ഇതെത്രടാ, 2,5. റെഡിയാണോ? ഇനി മക്കളെ നമ്മൾ എന്ത് ചെയ്തോടാ, ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? ഇതിന്റെ എന്താ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ വേണ്ടി പോവാ. ശ്രദ്ധിച്ചിരിക്കണം. സോ നൈട്രജൻ മക്കളെ വരച്ചു. എത്ര ഇലക്ട്രോൺ ഉണ്ടടാ, എത്ര ഇലക്ട്രോൺ നൈട്രജന്റെ ബാലൻസ് ഇലക്ട്രോണിൽ 5 ആണ്. സോ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അഥവാ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരക്കാം മക്കളെ, ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണുകളാണെന്ത് ഡോട്ടോ ക്രോസോ ആക്കി വരക്കുക. വാലൻസ് ഷെല്ല് അഥവാ ഔട്ടർ മോസ്റ്റിലെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് നമ്മൾ എന്താക്കി മാറ്റുക, ഡോട്ടോ ക്രോസോ ആക്കി മാറ്റുക. സോ നോക്കിക്കോട്ടോ, ഞാൻ ഇതിന്റെ ഡോട്ട് ആക്കി എടുത്തുട്ടോ വാലൻസ് ഇലക്ട്രോൺ. സോ ഈ നൈട്രജൻ 5 ഇലക്ട്രോൺ ഉണ്ട്, 1 2 3 4 5. ഓക്കെ അല്ലേ? സോ അടുത്ത് നോക്കിക്കോട്ടോടാ, അടുത്ത് ഈ നൈട്രജൻ എടുത്തിട്ടോ, ഇവിടുത്തെ നൈട്രജൻ എടുത്തു. ആ നൈട്രജൻ മക്കൾ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ, 5 അല്ലേ. വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്, 5 ഉണ്ട്. സോ 1 2 3 4 5. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോട്ടോ. എടാ ഈ നൈട്രജൻ ഇപ്പോൾ സ്റ്റേബിൾ ആണോ, അല്ല. അപ്പം 5 ഉള്ളൂ, 8 കിട്ടണം. ഈ നൈട്രജൻ സ്റ്റേബിൾ ആണോ, അല്ല. ഓനെ കയ്യിൽ 5 ഉള്ളൂ. മക്കളെ ഈ ഓറഞ്ച് നൈട്രജൻ പറയാനുണ്ടോ മറ്റനോട്, എടാ എൻ്റെ ഒരു 3 ഇലക്ട്രോൺ എനിക്ക് തരുമോ സ്റ്റേബിൾ ആവാനെന്ന് പറയും. എന്താടാ, എൻ്റെ ഒരു 3 ഇലക്ട്രോൺ എനിക്ക് തരുമോ. മറ്റേ മഞ്ഞനോട് പറയട്ടോ, എടാ എൻ്റെ ഒരു 3 ഇലക്ട്രോൺ വെച്ച് കാട്ടടാ സ്റ്റേബിൾ ആവാൻ പറയും. അപ്പോൾ കുഴപ്പമില്ല, പാവല്ലടാ. അപ്പോൾ എന്ത് ചെയ്യും, മഞ്ഞ ഇലക്ട്രോൺ എന്ത് ചെയ്യും, തൻ്റെ 3 ഇലക്ട്രോൺ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഓറഞ്ച് നൈട്രജൻ സ്റ്റേബിൾ ആക്കും. ഇപ്പം നോക്കിക്കോ, ഈ വട്ടത്തിനുള്ളിൽ മക്കൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 2 3 4 5 6 7 8. എത്ര ഇലക്ട്രോൺ ഉണ്ടാ, 8. അപ്പോൾ മക്കളെ ഈ വട്ടത്തിനുള്ളിൽ ഇപ്പോൾ നൈട്രജൻ ഉണ്ടല്ലോ. സോ 3 കൊടുത്തും ചെയ്തു. സോ എന്ത് ചെയ്യൂടാ, ഇപ്പൊ ഈ ഒരു ഓറഞ്ച് നൈട്രജൻ എന്തായിരിക്കൂടാ, സ്റ്റേബിൾ ആയിരിക്കും അല്ലെ. 8 കിട്ടി, സ്റ്റേബിൾ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുമോ, അല്ല. പഴയ മരിക്കാൻ തിരിച്ചു പോകും. സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്തു, അതേപോലെക്ക് പോകും. അപ്പോൾ എന്നിട്ട് പറയടാ, ഈ മഞ്ഞ നൈട്രജൻ പറയണ ഓറഞ്ചിനോട്, എടാ എനിക്ക് 5 ഇലക്ട്രോൺ അല്ലേ 1 2 3 4 5 5 ഉണ്ട് അല്ലേ. അപ്പം മഞ്ഞ ചോദിച്ചാണ്, എടാ എനിക്ക് 5 ഇലക്ട്രോൺ ഓറഞ്ചിനോട്, എടാ ഞാൻ എനിക്ക് 3 ഇലക്ട്രോൺ തന്നിട്ടില്ലേ, അതേ എനിക്ക് എൻ്റെ ഒരു 3 ഇലക്ട്രോൺ ഇടിച്ച് കാട്ടാറ് എന്തിനുമായിട്ടാടാ, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് ചെയ്യോടാ, നോക്കിക്കോട്ടോ, പാവല്ലടാ. അപ്പം എന്ത് ചെയ്യോടാ, ഈ നൈട്രജൻ എന്ത് ചെയ്യും അല്ലേ, ഇപ്പം സ്റ്റേബിൾ, ഈ മഞ്ഞ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എടാ ഈ ഓറഞ്ച് നൈട്രജൻ തൻ്റെ 3 ഇലക്ട്രോൺ എന്ത് ചെയ്യും, കൊടുക്കും അല്ലേ. ഇപ്പം മക്കളെ ഈ റെഡ് വരച്ച സമയത്ത് അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ, 1 2 3 4 5 6 7
8 അല്ലേ 8 ഉണ്ട്. ഓനെന്താടാ ഓനും സ്റ്റേബിളാ. അവൻ മക്കളെ നിങ്ങൾ നോക്കടാ ഈ സെന്ററിൽ ഇപ്പം എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? 6 ഇലക്ട്രോൺ ഉണ്ട്. എടാ ഞാൻ പറഞ്ഞു ഒരു പെയർ അഥവാ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാ. അവൻ മക്കളെ ഇവിടെ എത്ര പേരുണ്ടടാ? ഇവിടെ എത്ര പേരുണ്ടടാ? 3 പേരുണ്ട്. സോ നമ്മളെങ്ങനെ വരക്കടാ? നൈട്രജൻ വരക്ക. എടാ ഒരു പെയറാണ് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ എത്ര പേരുണ്ടടാ? 3 പേരുണ്ട്. 6 ഇലക്ട്രോൺ ഉണ്ട്. 3 ജോഡി ഉണ്ട്. 6 ഇലക്ട്രോൺ ഉണ്ട്. സോ എത്ര ബോണ്ട് ഉണ്ടാക്കൂടാ? 3 ബോണ്ട് ഉണ്ടാക്കും. കാരണം ഒരു പെയറ് അഥവാ ഒരു ജോഡി ഒരു ബോണ്ട് ഉണ്ടാക്കും. സോ ഇവിടെ 3 ജോഡി 3 പെയറ്. അപ്പൊ എത്ര ബോണ്ട് ഉണ്ടാവൂടാ? യെസ് 3 ബോണ്ട്. സോ ഇതിനെ പറയുന്ന പേരാണ് ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. മക്കളെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോട്ടോടാ. പെട്ടെന്ന് നോക്കണം കേട്ടോടാ. സോ മക്കളെ നെക്സ്റ്റ് ആണെടാ O2ന്റെ കേസിൽ. അത് നിങ്ങൾക്ക് ഇടക്കിടക്ക് വരക്കാൻ ചോദിക്കലുണ്ട്. O2ന്റെ കേസിൽ മക്കളെ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഇതിന്റെ ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രടാ? 8 അല്ലേ? മാറാൻ പറ്റുമോ? ഇയാൾ എന്താ പറയുന്നത് അല്ലേ? ഓക്സിജന്റെ 8 ഒരാളുടെ 8 ആണ്, മറ്റാൾ തന്നെ 8 തന്നെ അല്ലേ? സോ കോൺഫിഗറേഷൻ എന്താ? 2,8. തെറ്റാണോ? ശരിയാണോ? അല്ല. ഉറങ്ങരുത് കേട്ടോ. 2,6. അവിടുത്തെ എന്താ മക്കളെ? 2,6. ഓക്കെ അല്ലേ? സോ ഈ ഓക്സിജന്റെ ഞാൻ എന്ത് വരച്ചോടാ? അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ വേണ്ടി പോട്ടോ. ശ്രദ്ധിക്ക്, ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഇലക്ട്രോൺ ഇടാ? 6 അല്ലേ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലൻസ് ഇലക്ട്രോണിനെ മാത്രമേ ഡോട്ടാക്കി വരച്ചാൻ പറ്റുള്ളൂ. മക്കളെ ഈ ഓക്സിജൻ 6 ഇലക്ട്രോൺ കേട്ടോ. സോ 1 2 3 4 5 പിന്നെ എത്രയാണ്? 6 അല്ലേ? 6 ഉണ്ടായി. സോ അവിടുത്തെ നോക്കിക്കോ. ഈ ഒരു ഓക്സിജൻ വരച്ചു. അവിടെ മക്കളെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? പറയൂ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6 അല്ലേ? 6 ഉണ്ട് അല്ലേ? സോ 6 വരച്ചു കഴിഞ്ഞു. ഇനി കെഞ്ചാൻ വേണ്ടി പോവാണ്. ഇനി നൊലൊഴിച്ചാൻ വേണ്ടി പോവാ. മറ്റേ ഇപ്പം മഞ്ഞ അതിൻ്റെ 2 ഇലക്ട്രോൺ തരുമോ ചോദിച്ചു. ആരോട്? ഈ ചങ്ങായിനോട് അല്ലേ? ഓനെ നമുക്ക് കളറ് മാറ്റിയെടുക്കാം. ഓനെ നമുക്ക് ഈ കളറിൽ വരക്കാം. അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. ഓക്കെ മക്കളെ, ഇനി കെഞ്ചാൻ വേണ്ടി പോകണം കേട്ടോ. നോക്കിക്കോ. ആര്? മറ്റേ മഞ്ഞ. എടാ എൻ്റെ 2 ഇലക്ട്രോൺ തരുമോടാ? എൻ്റെ കയ്യിൽ 6 ഉണ്ടോടാ. 2 ഇലക്ട്രോൺ കിട്ടി ഞാൻ സ്റ്റേബിൾ ആവും പറഞ്ഞു. അപ്പോൾ പാവല്ലേ കരുതിയിട്ട് എന്ത് ചെയ്യോടാ? കൊടുത്തു അല്ലേ? ഈ ഇലക്ട്രോൺ കൊടുത്തു. 2 ഇലക്ട്രോൺ കൊടുത്തു. ഇപ്പോൾ മക്കളെ ഈ മഞ്ഞ ഇലക്ട്രോൺ എന്ത് ചെയ്യും? 1 2 3 4 5 6 7 8 സ്റ്റേബിൾ ആയി മാറി. ഇനി മക്കളെ മറ്റോന് കേട്ടോ. മറ്റേ ഓറഞ്ച്. ഓറഞ്ച് അല്ല, ഏതാ കളറ് പോയി? വേറെ കളർ എടുക്കാം നമുക്ക്. ഓക്കെ അപ്പോൾ എല്ലാം ഒന്നായില്ലേ? ഓക്കെ ഇനി മക്കളെ ഈ ഒരു റെഡ് ഇലക്ട്രോൺ കേട്ടോ. റെഡ് ഓക്സിജൻ. ഓനെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഓനക്ക് എത്ര കൂടി കിട്ടണ്ടടാ? 2 ഇലക്ട്രോൺ കിട്ടാൻ മോൻ പറയും. എൻ്റെ 2 ഇലക്ട്രോൺ തരുമോ ചോദിച്ചു. ആരോട്? മഞ്ഞനോട്. മഞ്ഞ പാവല്ലേ, എൻ്റെ ചെറുക്കനെല്ലാം പറഞ്ഞിട്ട് കൊടുക്കും അല്ലേ? മക്കളെ ഈ സെന്ററിൽ മക്കളെ എത്ര പേരുണ്ടടാ? എത്ര പേരുണ്ട് നോക്കി പറയ്. 2 പേര്. എടാ 2 പേര്. ഒരു പേര് ഒരു ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ 2 പേര് എത്ര ബോണ്ട് ഉണ്ടാക്കും? 2 ബോണ്ട്. സോ ഡബിൾ ബോണ്ട് ഓക്കെ അല്ലേ മക്കളെ? പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ സമയങ്ങളും ചോദിച്ചിട്ടുള്ള 2 ഫോർമേഷനാണ് N20 O20. റെഡി ആണോടാ? ഐഡിയ കിട്ടിയോ? സോ അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഓക്കെ ഇനി നമുക്ക് എന്തിലേക്കാണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് കോവാലന്റ് ബോണ്ടാണ് പറഞ്ഞത്. ഇനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് അയോണിക് ബോണ്ടിന് വേണ്ടി വരച്ചു നോക്കാം. റെഡി ആണോ? നോക്കിക്കോട്ടോടാ. ശ്രദ്ധിക്ക് മക്കളെ. സോഡിയം എടുത്തു. അറ്റോമിക് നമ്പർ 11. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. പറയ് കോൺഫിഗറേഷൻ പറയ്. 2 8 1. അടുത്തെന്താണ്? 2 8 7. റെഡിയാണോ? അടുത്തും പറയടാ. പറയും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോഡിയം സ്റ്റേബിൾ ആണോ? പറയ്. സോഡിയം സ്റ്റേബിൾ ആണോ? അല്ല. സോഡിയം എന്ത് ചെയ്യൂടാ? 1 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ക്ലോറിന് കൊടുത്തു അല്ലേ? അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രടാ? 2 + 1 Na+1 വന്നു അല്ലേ? Na+1 കാരണം 1 ഇലക്ട്രോൺ കൊടുത്തതുകൊണ്ട് Na+1. ക്ലോറിൻ മക്കളെ അപ്പോൾ എത്രടാ? ക്ലോറിൻ എത്ര? പറയ്. ക്ലോറിൻ എത്ര? -1 കിട്ടും. റെഡിയാണോ? എന്ത് കിട്ടൂടാ? -1. ഓക്കെ അല്ലേ? ഇനി മക്കളെ നോക്കിക്കോടാ. ഞാൻ അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ വേണ്ടി പോട്ടോ. ശ്രദ്ധിക്ക് മക്കളെ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. 2 8 1 അല്ലേ? മക്കളെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരക്കും? സോഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര? 1 ഉണ്ട്. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അവിടെ 1 ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? അടുത്തത് അടുത്ത മക്കൾ ആരാണ്? ക്ലോറിൻ ഉണ്ട് കേട്ടോ. ആരാണ്ടാ? ക്ലോറിൻ അല്ലേ? ക്ലോറിൻ അറ്റോമിക് നമ്പർ എത്ര? 17. 2
8 7 അല്ലേ? അപ്പോൾ ക്ലോറിൻ്റെ മക്കളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? ക്രിസ്ത്യാനോ 7 അല്ലേ? അപ്പോൾ മക്കളെ 7 ഇലക്ട്രോൺ വരച്ചു. 1 2 3 4 5 6 7 മതി 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 ഓക്കെ അല്ലേ? സോ ഇനി എന്ത് ചെയ്യൂടാ? ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് കൊടുക്കടാ? പോട്ടെ പോട്ടെ, എങ്ങോട്ട് ക്ലോറിന് കൊടുത്തു അല്ലേ? ക്ലോറിന് കൊടുത്തോ? കൊടുത്തു. റെഡിയാണോ? അപ്പോൾ മക്കളെ ഈ ഒരു സോഡിയം ഇപ്പം എത്ര പ്ലസ് ആയി മാറിയടാ? Na+1 ആയി മാറി അല്ലേ? ഒരു ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് Na+ ആയി മാറിയത്. സോ നമ്മളെങ്ങനെ ആയിരിക്കും? സോഡിയം എഴുതുക. ഇനി ഇവിടെ ഒരു ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും വേണ്ട, +1 കൊടുക്കാം. റെഡിയാണോ? ഇനി മക്കളെ ക്ലോറിൻ എന്ത് ചെയ്യൂടാ? ക്ലോറിൻ നോക്കിക്കോ. ഓൾറെഡി ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. അതിക്കൊന്നുകൂടി കിട്ടി കഴിഞ്ഞപ്പോൾ എത്രയായി മാറി മക്കളെ? ക്ലോറിന് 8 ആയി മാറി. പക്ഷേ ഒരു ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് ക്ലോറിൻ്റെ ചാർജ് എത്രയായിരിക്കും മക്കളെ? -1 വരിക. എന്താടാ? -1. ഓക്കെ അല്ലേ? മൈനസ്. അപ്പോൾ ഇതിൻ്റെ മേലെ എന്തിട്ട് കൊടുക്കുക? -1 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതാണ് മക്കളെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരലുണ്ട്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യടാ അയോണൈസേഷൻ എനർജി. റെഡിയാണോ? നോക്കിക്കോ. എടാ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞത്രേ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്തോടാ? ഒരു കുട്ടിനെ പറയാണ്, എടാ നീച്ചാ പുറത്ത് പോയിക്കാ. ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് പറയും, നീച്ച ഒന്ന് പുറത്ത് പോയിക്കാ, ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്. പോവോ? ഇല്ല അല്ലേ? സാറേ പ്ലീസ് ഒരു വാണിംഗ് കാട്ട് സാറ്, അങ്ങനെ പറയില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്തിട്ട് എടാ പോടാ നീച്ച് പോന്ന് പറഞ്ഞിട്ട് ഓനെ വലിച്ചു പറക്കിയിട്ട് ഞാൻ ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഓനെ പുറത്താക്കും. മക്കളെ അയോണൈസേഷൻ എനർജി ഇതുപോലെയാണെടാ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ബാഹ്യ ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് മക്കളെ ഏത് എനർജിയുടെ? അയോണിക ഊർജ്ജം അഥവാ അയോണൈസേഷൻ എനർജി എന്ന് പറയും. റെഡിയാണോ? എന്താടാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക, പുറത്താക്കുക അല്ലേ? ജസ്റ്റ് റിമൂവ് ഇതിനുമായിട്ട് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിട്ടോ ജസ്റ്റ് എന്ത് ചെയ്യുക? റിമൂവ് ആക്കുക അല്ലേ? റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് മക്കളെ ഏത് എനർജിയുടെ? അയോണൈസേഷൻ എനർജി എന്ന് പറയും. റെഡിയാണോ? ഈ സിമ്പിൾ എക്സാം ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു കുട്ടിനെ പുറത്താക്കാൻ വേണ്ടി പറയണേ, ഓനെ ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ് എന്ന് പറയാം. അവൻ പോവോ? ഇല്ല അല്ലേ? നമ്മൾ പോവോ? നമ്മൾ പോവില്ല. നമ്മളെന്ത് ചെയ്യും? സാർമാർ എടാ പോടാ എന്ന് പറഞ്ഞിട്ട് ഓനെ എന്ത് ചെയ്യും? നന്നായിട്ട് എനർജി കൊടുത്തിട്ട് ഓനെ ഇങ്ങനെ ഷർട്ട് പിടിച്ചിട്ട് പുറത്താക്കും അല്ലേ? അങ്ങനെയായിരിക്കും മക്കളെ. ഇതേ അവസ്ഥയാണ് അയോണിക ഊർജ്ജം അഥവാ അയോണൈസേഷൻ എനർജി അല്ലേ? ബാഹ്യ ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുക? പിടിച്ചിട്ട് കളയുക, നീക്കം ചെയ്യുക, റിമൂവ് ചെയ്യുക. സോ അത്തരത്തിലുള്ള എനർജിയെ പറയുന്ന പേരാണ് മക്കളെ അയോണൈസേഷൻ എനർജി എന്ന് പറയും. റെഡിയാണോ? സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം അല്ലേ? ബാഹ്യ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ പറയുന്ന പേരാണ് മക്കളെ അയോണിക ഊർജ്ജം അഥവാ അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ അയോണൈസേഷൻ എനർജി എന്ന് പറയും കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത ഊർജ്ജം. എടാ ഗെയിൻ ചെയ്യുന്ന പറ എന്താ? സ്വീകരിക്കല്ലേ. അവൻ മക്കളെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ സ്കൂൾ കട പുതിയൊരു പ്രിൻസിപ്പാൾ വരിക. പ്രിൻസിപ്പാളാണ് PT സാറാക്കാം. യെസ്, നമ്മളെ പ്രിയപ്പെട്ട ആശാൻ അല്ലേ PT സാറ് വരികയാണ് അല്ലേ? PT സാറ് വരുന്ന സമയത്ത് നമ്മൾ വൻ സ്വീകരണമായിരിക്കും അല്ലേ? നമ്മൾ ആകപ്പാട് സ്കൂൾക്ക് എന്തിനാ പോണത് അല്ലേ? ചിലപ്പോൾ PT കളിച്ചാനായിരിക്കും അല്ലേ? ചില ആൾക്കാരൊക്കെ പറയും PT കളിക്കാനാണ്, PT അടിപൊളി അല്ലേ? PT പീരീഡുള്ള ദിവസം നമുക്ക് എന്ത് ഫുൾ എനർജി ആയിരിക്കും അല്ലേ? സോ മക്കളെ ഒരു PT സാർ നമ്മൾ സ്കൂൾക്ക് പുതിയതായിട്ട് വരികയാണ് എഴുതിക്കോ അല്ലേ? PT സാർ നമ്മുടെ സ്കൂൾക്ക് വന്നു. സോ വൻ സ്വീകരണമായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മക്കളെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ തൻ്റെ ഷെല്ലിലേക്ക്, തൻ്റെ ബാഹ്യ ഷെല്ലിലേക്ക് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണടാ ഇലക്ട്രോൺ ആർജിത ഊർജ്ജം അഥവാ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. റെഡിയാണോ? അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താ? അയോണൈസേഷൻ ഊർജ്ജം എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാൻ ആവശ്യമായുള്ള എനർജി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത ഊർജ്ജം എന്താ? സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി. റെഡിയാണോടാ? സെറ്റാണോ? യെസ്. നോക്കിക്കോ. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോടാ, അയോണിക് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ്. ഷുവർ ക്വസ്റ്റ്യനാ മക്കളെ, എഴുതി വെച്ചോലടാ. ഈ 2025 ക്രിസ്മസിന് A+ അല്ലേ? A+ ഈ ഒരു ചാപ്റ്ററിലെ മിനിമം A+ ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മക്കളെ. അയോണിക് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ് അഥവാ അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസും സഹസംയോജക ബന്ധനത്തിന്റെ പ്രോപ്പർട്ടീസും അയോണിക് ബന്ധനത്തിന്റെ പ്രോപ്പർട്ടീസും നോക്കിക്കോ മക്കളെ. അയോണിക് ബോണ്ടിന്റെ എക്സാമ്പിൾ മക്കളെ NaCl അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, NaCl ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ?
എടാ NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ഉപ്പ മക്കളെ. ഉപ്പ് മക്കളെ അല്ലേ, ഉപ്പ് എന്താ ലിക്വിഡാണോ? ഉപ്പ് ലിക്വിഡാണോ? പറയടാ, ഉപ്പ് ലിക്വിഡാ? ഉപ്പ് ഗ്യാസാ? അല്ലല്ലോ. ഉപ്പ് കല്ലുപ്പൊക്കെ എന്താടാ? സോളിഡ് അല്ലേ? അപ്പൊ മക്കളെ അയോണിക് ബോണ്ട് മക്കളെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാ? സോളിഡ് അഥവാ ഖരം രൂപത്തിലായിരിക്കും ആര് കാണപ്പെടുക? അയോണിക് ബോണ്ടിന്റെ കോമ്പൗണ്ടുകൾ കാണപ്പെടുക. എടാ രണ്ടാമത്തെ പ്രോപ്പർട്ടി വെക്കോ. എടാ ഉപ്പ് വെള്ളത്തിലേക്കൂലേ അല്ലേ? ഉപ്പ് വെള്ളത്തിലേക്കൂലേ? എന്താ ഈ സാറ് പറയുന്നത്? ഉപ്പ് വെള്ളത്തിലേക്കാതെ കഞ്ഞിലൊക്കെ ഉപ്പിട്ട് നന്നായിട്ട് കലക്കൂലേ? ആ മക്കളെ ഉപ്പ് വെള്ളത്തിലേക്കുന്നുണ്ടല്ലോ. സോ അയോണിക് ബോണ്ട് മക്കളെ എന്തിൽ സൊല്യൂബിൾ ആടാ? ജലത്തിൽ എന്താണടാ? ഡിസോൾവ് ഉണ്ട് അല്ലേ? സൊല്യൂബിൾ ആണ് അല്ലേ? ലയിക്കും സ്ഥാപിക്കും. റെഡി ആണോ? നെക്സ്റ്റ് മക്കളെ ഹൈ MP ആൻഡ് BP. MP എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം, BP എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്. റെഡിയാണോ? തിളനില എന്ന് പറയും. റെഡിയാണോ? സോ അയോണിക് ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം. എടാ ഉപ്പൊക്കെ അല്ലടാ നമ്മൾ എന്ത് ചെയ്യൂടാ? എഗ്ഗൊക്കെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പിടും. എന്തിനു വേണ്ടി? പെട്ടെന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞതെടാ അയോണിക് ബോണ്ട് മക്കളെ സോളിഡ് ആയിട്ട് കാണപ്പെടും, വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഉയർന്ന തിളനിലയും ദ്രവണാംഗ നിലയും. അങ്ങനെ മക്കളെ കോവാലന്റ് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ് മക്കളെ നേരെ ഓപ്പോസിറ്റ്. എക്സിസ്റ്റിൻ സോളിഡിൽ കാണപ്പെടും, ലിക്വിഡിൽ കാണപ്പെടും, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ആര് കാണപ്പെടും? അയോണിക് ബോണ്ടിന്റെ കോമ്പൗണ്ടുകൾ കാണപ്പെടും. റെഡിയാണോ മക്കളെ? ഇവിടെ എന്താടാ? വാട്ടറിൽ സൊല്യൂബിൾ ആണ് അയോണിക് ബോണ്ട്. അപ്പൊ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഇൻസൊല്യൂബിൾ അല്ലേ? ലയിക്കൂല. വെള്ളത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. നെക്സ്റ്റ് വൺ ഹൈ MP ആൻഡ് BP അല്ലേ? അപ്പൊ മക്കൾ അവിടെ എന്താടാ? ലോ MP ആൻഡ് BP, ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. റെഡിയാണോ? അതായത് തിളനിലയും ദ്രവണാംഗ നിലയും കോവാലന്റ് ബോണ്ടിന്റെ കോമ്പൗണ്ടുകൾക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ മക്കളെ അയോണിക് ബോണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്തടാ? കോവാലന്റ് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ചെയ്താ സെറ്റ് ആണോ മക്കളെ? റെഡിയാണോ? റെഡിയാണെങ്കിൽ മക്കളെ നിങ്ങൾ അടിപൊളിയായിട്ട് മക്കളെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. റെഡിയാണോ? സോ നോക്കിക്കോ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. എടാ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തത്രയുള്ളൂ? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങളുടെ ബന്ധിത ഇലക്ട്രോൺ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് മക്കളെ എന്ത് പറയടാ? ഇലക്ട്രോ നെഗറ്റിവിറ്റി. സോ നോക്കിക്കോ, ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ? ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, ആകർഷിക്കാനുള്ള കഴിവ്, ആ കഴിവിനെ പറയുന്ന പേരാണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമുക്ക് പിന്നെ കഴിവൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ ഫുള്ള് കഴിവ് കൂടിയ ആൾക്കാരൊക്കെ ആണല്ലേ? ആകർഷിക്കാനുള്ള കഴിവ് ഫുള്ള് സെറ്റ് നമുക്ക് അല്ലേ? സോ അതേവരിക്ക മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മളെ കഴിവ് വേറെ കഴിവ്. പക്ഷെ ഇവിടെ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള കഴിവാണ് അല്ലേ? എല്ലാ കഴിവുകളും ഉണ്ടാവും. ചില ആൾക്കാർക്ക് നന്നായിട്ട് എന്ത് ചെയ്യടാ? പാട്ട് പാടാൻ കഴിയും. ചില ആൾക്കാർക്ക് നന്നായിട്ട് എന്ത് ചെയ്യടാ? ഡാൻസ് കളിക്കാൻ കഴിയും. ചിലർക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയും അല്ലേ? നന്നായിട്ട് പഠിക്കാൻ അറിയും അല്ലേ? ചില ആൾക്കാർക്ക് നന്നായിട്ട് കോഴിത്തരത്തിനും കഴിവുണ്ടാവും അല്ലേ? കോഴികളായിട്ട് നിൽക്കാനും കഴിവുണ്ടാവും. സോ ഇവിടെ ആരടാ? ഈ കോഴികളാണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ആരടാ? കോഴികളാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. കാരണം ഇലക്ട്രോൺ എന്ത് ചെയ്യൂടാ? ആകർഷിക്കണ്ടേ? അപ്പോൾ എന്താ? ക്ലാസ് റൂമിലെ കോഴികളല്ലേ? സോ ക്ലാസ് റൂമിലെ കോഴികളെ പറയുന്ന പേരാണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ, പുതുതായിട്ട് വന്നില്ല ഇലക്ട്രോൺ എന്ത് ചെയ്യും? തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കാനുള്ള കഴിവ്, ആ കഴിവാണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. റെഡി ആണോടാ? സോ നോക്കിക്കോ മക്കളെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് സയന്റിസ്റ്റ് ആരടാ? ലിനസ് പോളിംഗ് ആണ് മക്കളെ. 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണടാ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി ആദ്യമായി ഇൻട്രൊഡ്യൂസ് സയന്റിസ്റ്റ് ആരടാ? ലിനസ് പോളിംഗ് ആണ് മക്കളെ. മാക്സിമം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് മക്കളെ പീരിയോഡിക് ടേബിളിൽ തന്നെ 118 എലമെന്റ്സ് ഉണ്ടടാ. അതിൽ തന്നെ മാക്സിമം ആയിട്ടുള്ള മാക്സിമം കോയി അഥവാ മാക്സിമം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൈയുള്ള ആരടാ? ഫ്ലോറിൻ ആണ്. സോ ഓൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്ര നിങ്ങൾക്കറിയണോ മക്കളെ? ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്ര? 4 മക്കളെ ഫ്ലോറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. മക്കളെ കഴിഞ്ഞ വർഷടാ മെയിൻ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നടാ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളെ അതാരടാ? ഫ്ലോറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയും. ഓൺ ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ വാല്യൂ എത്രടാ? 4 ആണ്. റെഡി ആണോടാ? റെഡി ആണോ? സോ നെക്സ്റ്റിലേക്ക് വാ മക്കളെ. ഇലക്ട്രോ നെഗറ്റീവ് ഡിഫറൻസ് 1.7 കൂടുതലായി കഴിഞ്ഞാൽ മക്കളെ അത് എന്ത് ക്യാരക്ടർ കാണിക്കൂടാ? അയോണിക് ക്യാരക്ടർ കാണിക്കും. അതായത് ഇലക്ട്രോ നെഗറ്റീവിയുടെ വ്യത്യാസം അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. എക്ക് ഏതോ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇരിക്കും, ബിക്ക് ഏതോ ഇവന്മാരുടെ രണ്ടാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വ്യത്യാസം അല്ലെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1.7 കൂടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കടാ? അയോണിക് ക്യാരക്ടർ കാണിക്കും. അപ്പൊ എന്താടാ? 1.7 കുറവായി കഴിഞ്ഞാൽ എന്താടാ? യെസ് കോവാലന്റ് ക്യാരക്ടർ. അപ്പൊ 1.7 മറക്കരുത്.
അല്ലേ? എന്താടാ 1.7 മറക്കരുത്. അത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. റെഡിയാണോ? എടാ ഫുട്ബോളിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെടാ? ചില ആൾക്കാർ മെസ്സിന്റെ ഫാനൊക്കെ ഉണ്ടാവും കേട്ടോ, ചില ആൾക്കാർ റൊണാൾഡോന്റെ ഫാൻ ഉണ്ടാവും അല്ലേ? എടാ അവസാനം എത്രടാ റൊണാൾഡോന്റെ നമ്പർ എത്ര? 7 അല്ലേ? സോ ഇപ്പോഴൊക്കെ 7 ആണ് കേട്ടോ. അപ്പോൾ മക്കളെ എങ്ങനെ ഓർത്താൽ മതിടാ? 1 മുതൽ 7 വരെ, 1 മുതൽ 7 വരെ. അപ്പോൾ എന്താണ് ഇടയിൽ ഡെസിമൽ കേട്ടോ, മറക്കണം കേട്ടോ. 1.7 അല്ലേ? 1.7. എടാ 1.7നെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാൽ മക്കളെ അതെന്താടാ? അയോണിക് ക്യാരക്ടർ കാണിക്കും അല്ലേ? 1.7നെക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അത് ഏത് ക്യാരക്ടർ കാണിക്കൂടാ? കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. മറന്നു പോരുത് കേട്ടോ ഒരിക്കലും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു നോക്കോ. സോഡിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.93 ആണ്. ക്ലോറിൻ്റെ എത്രടാ? 3.16. ഞാനിത് ഡിഫറൻസ് ചെയ്തു അല്ലേ? 3.16 നിന്നും 0.93 ഡിഫറൻസ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടൂടാ? 2.23. എന്താടാ? 2. അപ്പം 1.7നെക്കാളും കൂടിയില്ലേ? സോ ഇതെന്ത് ക്യാരക്ടർ കാണിക്കൂടാ? 1.7നെക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ക്യാരക്ടർ കാണിക്കൂടാ? ഒരു അയോണിക് ക്യാരക്ടർ എന്ത് ചെയ്യൂടാ? കാണിക്കുന്നവനാണ്. റെഡിയാണോ? സോർത്തിലൊക്കെ അല്ലെന്നാ വാ മക്കളെ. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് മക്കളെ, കെമിക്കൽ ഫോർമുല. അപ്പോൾ കെമിക്കൽ ഫോർമുല കാണാൻ വേണ്ടി എല്ലാവർക്കും പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ ചെറിയ ട്രിക്ക് കേട്ടോ, ഞാൻ പറഞ്ഞത് നോക്കിക്കോ. ട്രിക്ക് കേട്ടോ നോക്കിക്കോ. എടാ വാലൻസിലടാ, വാലൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് എന്ത് കണ്ടെത്താം? കെമിക്കൽ ഫോർമുല അഥവാ തന്മാത്ര സൂത്രം കണ്ടെത്താൻ പറ്റും. റെഡിയാണോ? നോക്കാം നമുക്ക്. നോക്കിക്കോ. എടാ വാലൻസ് ഇലക്ട്രോൺ ശ്രദ്ധിക്കട്ടോ. ഒരാളുടെ വാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം? വാലൻസ് കണ്ടെത്താൻ പറ്റും. എടാ വാലൻസ് ഇലക്ട്രോണും വാലൻസ് നോക്കാം. നോക്കിക്കോട്ടോ. എടാ വാലൻസ് ഇലക്ട്രോൺ അഥവാ എന്ത് ഇലക്ട്രോൺ ഇടാ? ബാഹ്യശരീര ഇലക്ട്രോൺ ഇടാം. എടാ വാലൻസ് ഇലക്ട്രോൺ 1 വാലൻസ് എത്ര? 1. കുഴപ്പമില്ല. എടാ വാലൻസ് ഇലക്ട്രോൺ 2 വാലൻസ് എത്രടാ? 2. എടാ വാലൻസ് ഇലക്ട്രോൺ അഥവാ ബാഹ്യശരീര ഇലക്ട്രോൺ അവസാന ശരീര ഇലക്ട്രോൺ 3 ആണെങ്കിൽ വാലൻസ് എത്രടാ? 3. കുഴപ്പമില്ല. 4 ആണെങ്കിൽ എത്ര? 4. പക്ഷേ ശ്രദ്ധിക്കണം, അന്തം വിട്ടു പോരുത്. വാലൻസ് ഇലക്ട്രോൺ മക്കളെ 5 ആണെങ്കിൽ വാലൻസി എത്ര ആയിരിക്കും? 5 ആണോ? അല്ല. വാലൻസ് ഇലക്ട്രോണ് 5 ആണെങ്കിൽ വാലൻസി അഥവാ സംയോജകത എത്ര ആയിരിക്കടാ? 3. റെഡിയാണോ? എടാ വാലൻസ് ഇലക്ട്രോൺ 6 ആണെങ്കിൽ സംയോജകത അഥവാ വാലൻസി എത്രടാ? 2. വാലൻസ് ഇലക്ട്രോൺ 7 ആണെങ്കിൽ സംയോജകത എത്രടാ? 1. എടാ വാലൻസ് ഇലക്ട്രോൺ 8 ആണെങ്കിൽ സംയോജകത എത്രടാ? 0. ഇത് വെച്ചിട്ട് മക്കളെ അടിപൊളിയായിട്ട് കെമിക്കൽ ഫോർമുല ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി തരാം. നോക്കോ മക്കളെ, അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രടാ? 8. ഓക്സിജൻ എത്രടാ? 8. മക്കളെ അലുമിനിയത്തിന്റെ കോൺഫിഗറേഷൻ പറയടാ. 2,8,3. ഓക്സിജൻ എത്രടാ? 2,6. ഇനി മക്കളെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയാണ് മക്കളെ നമ്മളെ പരിപാടി ആരംഭിക്കുന്നത്. നോക്കിക്കോട്ടോ. അലൂമിനിയം ഇവിടെ ഉണ്ട്, ഇവിടെ ആരുണ്ടാ? ഓക്സിജൻ ഉണ്ട്. എടാ അലൂമിനിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര? 3. എടാ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. ഈ വാലൻസ് എത്രടാ? സംയോജനം എത്ര? 3. അടിയിൽ 3 അതേ അവർക്ക് എഴുതി. എടാ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രടാ? 6. എടാ വാലൻസ് ഇലക്ട്രോൺ 6 ആണെങ്കിൽ വാലൻസി അഥവാ സംയോജകം എത്ര? 2. ഇതിന്റെ അടിയിൽ എഴുതാ. കഴിഞ്ഞിട്ടില്ല രാമ, തുടങ്ങുന്നുള്ളൂ. ഈ 2 ഇലക്ട്രോൺ എങ്ങോട്ട് കൊടുക്കടാ? അലൂമിനിയത്തിന് കൊടുക്കും. ഈ 3 ഇലക്ട്രോൺ എങ്ങോട്ട് കൊടുക്കടാ? ഓക്സിജന് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടൂടാ? Al2O3. റെഡിയാണോ? സെറ്റാണോ? അടുത്ത് നോക്കിക്കോ. എടാ മെഗ്നീഷ്യം ഉണ്ടടാ, ക്ലോറിൻ ഉണ്ട്. എടാ മെഗ്നീഷ്യത്തെ അതൊക്കെ അറ്റോമിക് നമ്പർ ക്വസ്റ്റ്യൻ തരുന്നുണ്ടോടാ. മെഗ്നീഷ്യത്തെ അറ്റോമിക് നമ്പർ 12, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രടാ? 17. സെറ്റല്ലേ? വാ നോക്കിക്കോ. 2, 8, 2. ക്ലോറിൻ എത്ര കുഞ്ഞോ? 2, 8, 7. എടാ മെഗ്നീഷ്യത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര? പറി എത്ര? വാലൻസ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ വാലൻസ് എത്ര? സംയോജനം എത്ര? പറി പെട്ടെന്ന് 2. റെഡിയാണോ? അപ്പൊ ക്ലോറിനോ? നോക്ക്. 7 വാലൻസ് എത്ര? 1. സെറ്റ്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, തുടങ്ങുന്നുള്ളൂ രാമ. എന്ത് ചെയ്യടാ? ഈ 1 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? മെഗ്നീഷ്യത്തിന്. ഇവിടുത്തെ 2 ആർക്ക് കൊടുക്കും? ക്ലോറിന് കൊടുക്കും. അപ്പോൾ എന്ത് ഫോം ചെയ്തോടാ? MgCl2. സബാഷ്, കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഒന്നുകൂടി ചെയ്തോക്കോ. ലാസ്റ്റ് വൺ. ഓക്കെ അല്ലേ? സോ നോക്കിക്കോ. ആര് വേണം? നിങ്ങൾ പറയും. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. കാൽഷ്യം ഓക്സൈഡ് ആക്കാം. റെഡിയാണോ? കാൽഷ്യം ഓക്സൈഡ്. എടാ കാൽഷ്യത്തിന് അറ്റോമിക് നമ്പർ 20, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. എടാ കാൽഷ്യത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയടാ. 2, 8, 8, 2. ഓക്സിജൻ എത്രടാ? 2,6. ഇവിടെ 6 ഉണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, കാൽഷ്യത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രടാ? 2. എടാ വാലൻസ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ വാലൻസ് എത്ര? പറി 2. എടാ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര? 6. അപ്പൊ വാലൻസ് എത്ര? സംയോജകം എത്ര? സെറ്റ് 2.
ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല മക്കളെ. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് ചെയ്തോട്ടെ. അപ്പോൾ മക്കളെ എന്തെങ്ങനെ കിട്ടടാ? CA2 ഓക്കെ അല്ലേടാ, CA2O2 തന്നെ കിട്ടുക. റെഡിയാണോ? എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റൂലടാ. ചെറുതാക്കാൻ പറ്റുക നിങ്ങൾ ചെറുതായിക്കോളൂ, അത്രയും നല്ലതല്ലടാ അല്ലേ? ചെറുതാക്കി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇക്വേഷനിൽ അല്ലേ? ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ബെൽറ്റൊക്കെ കെട്ടി ഷൂ ഒക്കെ അല്ലേ, ചെരുപ്പിനെക്കാട്ടും ഒന്ന് ഷൂ ഒക്കെ ഇട്ട് ഞാൻ ഒന്നുകൊണ്ട് അല്ലേ ഒന്നുകൊണ്ട് കിഡിലോസ്കി ആവും അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ എന്താ CA2O2 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ വെട്ടി ഇവിടെ 2 ഇലക്ട്രോൺ കട്ട് ചെയ്തു. സോ എന്ത് കിട്ടൂടാ? CaO. റെഡിയാണോ? കാൽഷ്യം ഓക്സൈഡ് എന്ത് ചെയ്തോടാ? ഫോം ചെയ്തു. സോ മക്കളെ ഇതടാ 2024 ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യന്. ഇതെന്താടാ 2024 ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തോടാ? 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ സെറ്റ് ആണോടാ? സോ കെമിക്കൽ ബോണ്ട് നമ്മൾ ആദ്യം കെമിക്കൽ ബോണ്ട് എന്താ പറഞ്ഞു? അയോണിക് ബോണ്ട് എന്താ പറഞ്ഞു? അയോണിക് ബോണ്ടിൽ അയോൺസ് എന്താ പറഞ്ഞു? എപ്പോഴാണ് പോസിറ്റീവ് അയോൺ ഉണ്ടാവുക പറഞ്ഞു? എപ്പോഴാണ് നെഗറ്റീവ് അയോൺ ഉണ്ടാവുക പറഞ്ഞു? എന്താണ് കവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു? എന്താണ് അയോണിക ഊർജ്ജം? എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഇലക്ട്രോൺ ആർജിത ഊർജ്ജം? അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, തന്മാത്ര സൂത്രം, നെക്സ്റ്റ് വാലൻസ് സംയോജകത, ഇലക്ട്രോ നെഗറ്റിവിറ്റി, പിന്നെ അതുപോലെ തന്നെ മക്കളെ ഫൈനൽ വണ്ണടാ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് ബോണ്ട് ആൻഡ് ഈ കൊവാലന്റ് ബോണ്ട്, സംയോജക ബന്ധനവും പിന്നെ അതുപോലെ തന്നെ എന്താടാ അയോണിക ബന്ധനത്തിൻ്റെയും പ്രോപ്പർട്ടീസ്. സെറ്റാണ് മക്കളെ, സെറ്റാണ് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെയും ആവർത്തിച്ച് ക്ലാസ് കാണുക മക്കളെ. നമുക്ക് എക്സാമിനടാ നന്നായിട്ട് സ്കോർ ചെയ്യണടാ. ഈ ക്രിസ്മസ് എക്സാം ഇടാ നമുക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിടാ. മെൻറ്ററുടെ കൂടെ തന്നെ കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവിടാ. മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് വിഷയമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യടാ. സോ ക്ലാസ് കാണടാ, സബ്സ്ക്രൈബ് ചെയ്യടാ, നന്നായിട്ട് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കും മക്കളെ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണാൻ പോകുന്നുള്ളൂ. എടാ വരും ക്രിസ്മസ് എക്സാമുകളിൽ, ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിലടാ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും മക്കളെ ക്വസ്റ്റ്യൻ കാണടാ. ഇമ്പോർട്ടൻ്റ് ഒന്നും കൂടി ആവർത്തിച്ച് മക്കൾ പഠിക്കണടാ. അയോണിക് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസും കവാലന്റ് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസും കെമിക്കൽ ഫോർമുലയും അയോണിക് ബോണ്ടും കവാലന്റ് ബോണ്ടിന്റെ N2 ഫോർമേഷനും O2 ഫോർമേഷനും അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രവും. റെഡിയാണോ മക്കളെ? റെഡിയാണ്. എന്താ മാക്സിമം എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക? മാക്സിമം എന്താ ഈ കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണാം. വേറും നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി എന്നാ, താങ്ക് യു.